ഈ കോൺഷ്യസ്നെസ് നമ്മൾ ജീവൻ്റെ ഒരു ഇതായിട്ട് പറഞ്ഞായിരുന്നു, ജീവൻ്റെ ഒരു സ്വഭാവം എന്നുള്ള നിലയ്ക്ക് എന്താണ് ജീവൻ എന്നുള്ളത്. ഈ കോൺഷ്യസ്നെസ് എങ്ങനെയാണ് ഇതുപോലെ തന്നെ ഒരു എമർജിങ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ജീവൻ്റെ ഒരു സ്വഭാവം എന്നുള്ള നിലയ്ക്കാണോ, അതോ കോൺഷ്യസ്നെസ് ഒരു എന്താ പറയുക ബോധത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുന്ന ഒരു, അതായത് ഒരു ഫണ്ടമെൻ്റൽ യൂണിവേഴ്സിൻ്റെ ഫണ്ടമെൻ്റൽ ഒരു സംഭവമാണ് ബോധം? അത് ബോധം കോൺഷ്യസ്നെസ്സിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? പല കാലങ്ങളിലെ പല സ്ഥലങ്ങളിൽ പല മനുഷ്യർ ഈ ബോധം എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ജീവൻ, ബോധം, പിന്നെ ആത്മാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ പല പേരുകളിടുന്ന ഇത് ഉണ്ട്. അവരെന്താണ് കൃത്യമായി ഇത് അർത്ഥമാക്കുന്നത് എന്ന് അതിൻ്റെ വിശദീകരണങ്ങളിൽ നിന്ന് ചില സമയങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും. പലപ്പോഴും അത് കഴിയാറില്ല. അവ്യക്തമായ ഒരു സങ്കല്പനത്തിൻ്റെ ഒരു കൺസെപ്റ്റ് എൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ കോൺഷ്യസ്നെസ് എന്ന് പറയാറുള്ളത്. ഇംഗ്ലീഷിലാണെങ്കിൽ അവെയർനെസ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ടു ബി അവെയർ. എന്നാൽ അതേപോലെ തന്നെ ടു ബി കോൺഷ്യസ് അബൌട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടു നോ, ഇങ്ങനെ അലർട്ട് എന്നൊക്കെ പറയുന്ന പല സ്ഥലങ്ങളിലൂടെ ഈ അറ്റൻഷൻ, ടു ഗീവ് അറ്റൻഷൻ എന്നൊക്കെ പറയുമ്പം അറിയുക എന്ന് നമ്മൾ ഇപ്പം ഇവിടുത്തെ കേരളത്തിനകത്ത് നാരായണഗുരു അറിയുക എന്ന അറിവ് എന്നുള്ള ഒരു പ്രയോഗമായിരുന്നു. അതേസമയത്ത് അദ്ദേഹം ബോധം എന്നുള്ളത് സംസ്കൃതത്തിൻ്റെ വാക്കാണ്, ബോധം. അപ്പോൾ പണ്ട് കാലത്ത് പ്രപഞ്ചം എന്ന് പറയുന്ന അനുഭവം തന്നെ ബോധത്തിൽ നിന്നാണ്. ബോധം എന്ന് പറയുന്നത് രണ്ടായിട്ട് അവർ തരംതിരിച്ച് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഒരു വ്യക്തിഗതമായ ബോധമെന്നും പിന്നെ പ്രാപഞ്ചികമായ ബോധമെന്നും പറഞ്ഞിട്ട് രണ്ട് തരത്തിൽ അവരെന്ന് പറയുന്നത് ഇന്ത്യൻ ഫിലോസഫിയിലെ തന്നെ ഒരു വേദാന്തത്തിൻ്റെയൊക്കെ നിലപാടുകളാണ് ഞാനീ പറയുന്നത്. അപ്പം ഇങ്ങനെ ബോധം രണ്ട് തരത്തിൽ, വ്യക്തിഗതമായ ബോധമുണ്ട്, പിന്നെ പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ബോധം എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്തുണ്ടായാലും അതിൻ്റെ ഉള്ളിൽ അതിനെ നിയന്ത്രിക്കുന്നതായിട്ടൊരു ശക്തിയുണ്ട് എന്ന് സങ്കല്പിച്ചിട്ടാണ് അത് പറയുന്നത്. പക്ഷേ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും ആത്മാവെന്നുള്ള കൺസെപ്റ്റ് വയ്ക്കുമ്പോഴും ജീവാത്മാവും പരമാത്മാവും എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വയ്ക്കും. ഇപ്പോൾ ദൈവം എന്ന് ക്രിസ്ത്യൻ ഇതിനകത്ത് പറയുമ്പോൾ ഓരോ ആളിനൊരു സോൾ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ സോൾ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ദൈവത്തിൽ വിലയം പ്രാപിക്കുക എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ പറയും. അപ്പോൾ അങ്ങനെ ബോധം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിനകത്ത് അതിൽ നിന്ന് ഭിന്നമായി നിലനിൽക്കുന്ന ഒന്നാണ് ജീവൻ എന്ന് സങ്കല്പിച്ചിരുന്ന ഇതിൻ്റെ തുടർച്ചയിലാണ് ഈ തരത്തിലുള്ള ഫിലോസഫി എല്ലാം ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് ഭിന്നമായി. എന്നാൽ ശരീരത്തിന് തന്നെത്താൻ എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുമോ? അത് കഴിയില്ല. അത് കഴിയണമെന്നുണ്ടെങ്കിൽ അകത്തൊരു ബോധമാണ്. എന്നാൽ ബോധവും ഇതും തമ്മിൽ കലർന്ന് നിൽക്കുകയാണോ? അത് കലരാനൊക്കത്തില്ല. കാരണം ബോധമെന്ന് പറയുന്നത് വളരെ അതിനെ ഒരു ശുദ്ധം എന്നുള്ള അല്ലെങ്കിൽ പ്യുവർ എന്നൊക്കെ പറഞ്ഞ് ഒരു കൺസെപ്റ്റും കൂടെ വെച്ചിട്ട് ശരീരം എന്ന് പറയുന്ന അല്ലെങ്കിൽ ബോഡി എന്ന് പറയുന്ന അല്ലെങ്കിൽ വസ്തു എന്ന് പറയുന്നതിന് യാതൊരു തരത്തിലുമായിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു ബോധമില്ലാത്ത ഒന്നാണ്. ഇങ്ങനെയാണ് കാണുന്നത്. ഇങ്ങനെ ഡിവിഷനാണുള്ളത്. പക്ഷേ ശരീരം എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ ബോധം വേണം. എന്നാൽ ബോധം എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒന്ന് സാമീപ്യം കൊണ്ടാണ് മറ്റേത് പ്രവർത്തിക്കുന്നതായിട്ടാണ് അവർ സങ്കല്പിക്കുന്നത്. വെളിച്ചം പോലെ അവർ എപ്പോഴും ഇങ്ങനെ പറയും. ഇപ്പം ഈ ഇരിക്കുന്ന ഗ്ലാസ്
ഗ്ലാസ് അതിന് ഉണ്ടെന്ന് നമ്മൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ വെളിച്ചം വേണം. അപ്പോൾ വെളിച്ചം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യുന്നില്ല, വെളിച്ചമായിരിക്കുന്നതേ ഉള്ളൂ. അതാണ് അതിൻ്റെ സങ്കല്പം. ബോധമുണ്ടെങ്കിൽ ശരീരത്തിന് അത് വേറെ, പ്രവർത്തിക്കാൻ പറ്റും. ഞാൻ അവിടോട്ട് പോവല്ല, ഞാൻ ഈ ഉദാഹരണമായി പറഞ്ഞു. ആ. വെളിച്ചം എങ്ങനെയാണ് ഇതിനെയെല്ലാം ഉണ്ടെന്ന് കാണിക്കുന്നത്? പക്ഷെ വെളിച്ചം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നില്ലല്ലോ. കാണിക്കാനായിട്ട് അത് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ വസ്തു അവിടെ ഇരിക്കുമ്പോൾ ആ വസ്തുവിനെ സ്വന്തമായി അതുണ്ടെന്ന് അതിനെ അറിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് പോലാണ് ബോധം. ബോധം എന്തെങ്കിലും നേരിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നില്ല. പക്ഷെ ബോധത്തിൻ്റെ സാമീപ്യം കൊണ്ടാണ് ശരീരം ഉണ്ടെന്ന് അറിയുന്നത്. ഇങ്ങനെയാണ് അവരത് പറയുന്നത്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അത്. അല്ല, അതായത് ഈ ഗ്ലാസ് എന്ന് പറയുന്നത് ബോധമാണോ വെളിച്ചം? അല്ല, വസ്തുവാണ്. വസ്തു എന്തെങ്കിലും ചെയ്തിട്ട് ഈ വെളിച്ചത്തിനെ എന്തെങ്കിലും ചെയ്യുന്നില്ല. അല്ല, അത് വസ്തു ഗ്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ബോധമാണോ? അല്ലല്ല, നമ്മളിപ്പോൾ അവിടെ ഇല്ല. ഇത് ഉദാഹരണമാണ് ഈ പറയുന്നത്. ഇയാൾ പറഞ്ഞാൽ എങ്ങനെയാണ് വെളിച്ചം ഈ വസ്തുവിനെ ഉണ്ടെന്ന് അനുഭവിപ്പിക്കുന്നത് പോലാണ് ബോധം ശരീരം ഉണ്ടെന്ന് അനുഭവിപ്പിക്കുക മാത്രമാണ്. പക്ഷെ ബോധം നേരിട്ട് എന്തെങ്കിലും ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ചെയ്യുന്നില്ല. ഇങ്ങനെയാണത് അവർ പറയുന്നത്. ബോധത്തിലുള്ള ഒരു അനുഭവം മാത്രമാണ് ശരീരം. അതെ, അതാണ്. അങ്ങനെയാണ് അനുഭവിക്കുന്നത് കൊണ്ട് മാത്രം അറിയുന്നതാണ്. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിനെ അവർ കൺസീവ് ചെയ്യുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നം വരും. എന്താ പ്രശ്നം? ബോധം ഇതായിട്ട് മാറി, വസ്തുവായി മാറി എന്ന് നമ്മൾ പറയാൻ ബാധ്യത വരത്തില്ലേ ശരീരത്തിലെ? അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് വെളിച്ചം ഇരുട്ടായി എന്ന് പറയുന്ന പോലെയാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ സംഭവിക്കാൻ ഇടയില്ല. അതുകൊണ്ട് ഞാനിത് നാരായണഗുരുവിൻ്റെ വേദാന്തമായി പറയുന്നത്. വെളിച്ചം ഉണ്ട് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വെളിച്ചം ഇരുട്ടായി മാറുന്നില്ല. അതുകൊണ്ട് ഈ ലോകത്തിനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അത് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ലോകം ഉണ്ടെന്നറിയണമെന്നുണ്ടെങ്കിൽ ബോധമാണ്. ഇങ്ങനെ ചെയ്യാതെ ചെയ്തതാണ് പ്രപഞ്ചം. അതുകൊണ്ട് അങ്ങനെയാണ് അവർ ദൈവത്തിനെ രക്ഷിക്കുന്നത്. മനസ്സിലായോ? പ്രവൃത്തി ദൈവത്തിന് ഉത്തരവാദിത്തമില്ല. ഏതാണ് അതിൻ്റെ കീ? വേദാന്തി പറയുന്ന പോലെ ഇങ്ങനെയാണോ ലോകം എന്ന ചോദ്യം വേദാന്തിയോട് ആർക്കും ചോദിക്കാൻ പറ്റില്ല. വേദാന്തിയോട് ആർക്കും ചോദിക്കാൻ കൊള്ളാത്ത ലോകമാണോ എന്ന് ചോദിക്കുന്നത് അതൊന്നും ചെയ്തിട്ടില്ല. അതങ്ങനെ ഇരിക്കുക. അങ്ങനെയാണ്. അതാണ് സാക്ഷി സ്വരൂപൻ എന്ന് പറയുന്ന തരത്തിൽ. അതാണ് സാക്ഷി. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആൾക്ക് എന്തെങ്കിലും പുള്ളി ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല. ഇത് പണ്ട് ആദ്യം തൊട്ട് കപിലൻ എന്ന് പറഞ്ഞ ഫിലോസഫർ രണ്ടായിട്ട് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഒന്നായിരിക്കുന്ന അവസ്ഥയിൽ നമുക്കൊന്നും മിണ്ടാനില്ല. പക്ഷെ ഒന്നായിരിക്കുമ്പോൾ തന്നെ പ്രകൃതിയും പുരുഷനും എന്നാണ് അദ്ദേഹം അത് പറയുന്നത്. പ്രകൃതി എന്ന് പറയുന്നത് ജഡമാണ്. അതിന് തന്നെത്താൻ ഒന്നും ചെയ്യാനൊക്കത്തില്ല. പക്ഷെ പുരുഷൻ്റെ സാന്നിധ്യത്തിലേ എന്തെങ്കിലും സംഭവിക്കത്തുള്ളൂ. പുരുഷൻ എന്ന് പറഞ്ഞ മനുഷ്യനാണെന്നുള്ള അർത്ഥമില്ല. അത് പിൽക്കാലത്ത് പുരുഷന്മാരെല്ലാവരും കൂടെ ഞങ്ങൾ അതാണെന്ന് തീരുമാനിച്ച വകയിലാണ് അത് അങ്ങനെ ആയത്. ദൈവം അല്ലെങ്കിൽ ആ ചൈതന്യം, ആ ശക്തി, ചൈതന്യം എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ പുരുഷനും ശക്തി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിന് 3 ഗുണങ്ങളുണ്ട്. അതിനെയാണ് അവർ സത്വം, രജസ്, തമസ് എന്ന് പറയുന്നത്. ഈ 3 ഗുണങ്ങൾ പലതരത്തിൽ ചേരുന്നത് വഴിയാണ് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം വ്യത്യസ്തമായിട്ട് അനുഭവിക്കും. പക്ഷെ പുരുഷൻ ഉണ്ടെങ്കിലേ ഇത് സംഭവിക്കത്തുള്ളൂ. പുരുഷൻ ഇതിനകത്ത് നേരിട്ട് എന്തെങ്കിലും ഇടപാടുണ്ടെന്ന് ചോദിച്ചാൽ അതുമില്ല. എങ്ങനെയാണോ വെളിച്ചം മറ്റുള്ളതിനെ ദ്യോതിപ്പിക്കുന്ന, കാണിക്കുന്ന അവസ്ഥയിലെത്തിക്കുന്നത് പോലെ വസ്തുവിനെ ചലനാത്മകമാക്കി
സജീവമാക്കി നിലനിർത്തുന്ന അതിൻ്റെ സാമീപ്യം കൊണ്ടാണ്, അതെന്തെങ്കിലും നേരിട്ട് ചെയ്യുന്നുണ്ടല്ല. അതുകൊണ്ട് കർത്തൃത്വം എന്ന് പറഞ്ഞാൽ ചെയ്ത്ത് എന്ന് പറയുന്ന ദൈവത്തിൽ ആരോപിച്ച് മറ്റുള്ളവരെല്ലാവരും പറയുന്ന ദൈവത്തിനെ ഇവിടെ അങ്ങനെ പ്രശ്നത്തിനല്ല. ദൈവത്തിന് ആ ഉത്തരവാദിത്തമില്ല, ദൈവത്തിന് ഒരു ദൈവം ചെയ്യുന്നില്ല. ദൈവം ഒരു കാര്യം, ദൈവത്തിന്റെ ഒരു സമീപത്തിലെ സംഭവങ്ങളും ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് പിൽക്കാലത്ത് രൂപപ്പെട്ടതാണ്. ഇത് പുരുഷനാണ്, പുരുഷനും പ്രകൃതി എന്ന് പറയുന്നത് മൂന്ന് ഗുണങ്ങൾ ചേർന്നുണ്ടായിരിക്കുന്ന ജഡവസ്തു. സത്വം രജസ് തമസ്. രജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തിക്കാനുള്ള കഴിവുള്ള വശത്തിനെയാണ് രജസ് എന്ന് പറയുന്നത്. തമസ് എന്ന് പറയുന്നത് എല്ലാം ജഡമായിരിക്കുന്ന അവസ്ഥയ്ക്കാണ്. സത്വം എന്ന് പറഞ്ഞാൽ അതിനകത്തെ ഗുണപരമായ ശുദ്ധമായ വശമാണ്. ഈ മൂന്നെണ്ണം പല ജഡത്തിനകത്തെ ശുദ്ധമായ ജഡം എന്ന് പറയുന്നതിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്മ തിന്മ എന്ന് പറയുന്ന നിലവാരത്തിൽ ലോകത്തിനെ മനസ്സിലാക്കുമ്പോൾ അതിനകത്തെ കൊള്ളാവുന്ന വശം എന്നുള്ള നിലവാരത്തിൽ നമ്മൾ വേണമെങ്കിൽ, പക്ഷേ അത് അങ്ങനത്തെ ഒരു വാക്കല്ല അവിടെ അവർ ഉപയോഗിക്കുന്നത്. മൂന്ന് ഗുണങ്ങൾ സത്വം രജസ് തമസ് എന്നാണ്. അതിൻ്റെ മൂന്ന് അക്ഷരങ്ങളാണ് സ ത. രജസ് എന്നുള്ള റ, തമസ് എന്നുള്ള ത. ഇത് ചെയ്തതാണ് സ്ത്രീ എന്നവരുണ്ടാക്കിയത്. അതാണ് ഈ സ്ത്രീയും പുരുഷനും. അവിടെയാണ് സ്ത്രീയും പുരുഷനും. നമ്മളിതൊക്കെ വളരെ പണിയെടുത്തിട്ട് അവർ എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയാണ് ത്രിഗുണം എന്ന് പറയുന്നത്. ഇത് മൂന്നും കരിച്ചിരിക്കുന്ന വരയാണ് ശിവൻ്റെ നെറ്റിക്ക് വരച്ചിരിക്കുന്നതാണ്. ത്രിഗുണമയം തിരുനീറണിഞ്ഞരീശൻ അകമലരിട്ട് എന്ന് പറഞ്ഞാൽ അകത്തെ മലരെടുത്തിടണം എന്നാണ്. നാരായണഗുരു ഇതൊക്കെ ഇങ്ങനെ തന്നെ ആത്മശതം എന്ന് പറയുന്ന ശ്ലോകത്തിന് അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവർ എത്തുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരാളൊരിന്ന് ഉണ്ടാക്കി എന്ന് വിചാരിക്കുന്ന ദൈവസങ്കല്പ കർത്തൃത്വം എന്ന് പറഞ്ഞാൽ പ്രവർത്തനത്തിന് കാരണമായി ദൈവത്തിൽ വരും. അപ്പോൾ അതിന് ന്യായം പറയേണ്ടി വരും, എന്തുകൊണ്ടെന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടെന്നുള്ള നിങ്ങൾ എന്തിനാണ് ദൈവം ഈ ലോകം ഉണ്ടാക്കിയെന്ന് ഒരാൾ ചോദിച്ചാൽ ആ ചോദ്യമില്ല. ഇതിനെ നിഷേധിക്കുന്നതിനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ ദേ ഇങ്ങനെ ആണ്. അവിടെ അതാകട്ടെ ഈ രണ്ട് തരത്തിലാണ് ഇതിരിക്കുന്നത്. ഒന്ന് ജഡമായിരിക്കുന്നു, ഒന്ന് ശക്തി ഒന്ന് പുരുഷൻ എന്ന് പറഞ്ഞാൽ അത് അറിയുന്നു എന്ന് പറയുന്നത്. ഇങ്ങനെ നടക്കുന്നു, അത് സാമീപ്യം കൊണ്ട് മാത്രം മറ്റേത് പ്രവർത്തിക്കുന്നു. എങ്ങനെയാണോ വെളിച്ചം വീണ് ഈ ഗ്ലാസ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന അർത്ഥത്തിൽ വെളിച്ചം ഒന്നും ചെയ്യാതെ അതിൻ്റെ സ്വന്തമായ സ്വഭാവം കൊണ്ട് ഇതിനെ എന്താണ് ഇത് ഇങ്ങനെ പ്രത്യക്ഷീഭവിക്കുന്നു, ദ്യോതിപ്പിക്കുന്നു, കാണിപ്പിക്കുന്നു എന്നാണ്. ഇങ്ങനെ മാത്രമാണ് വെളിച്ചം അതിൻ്റെ സ്വഭാവത്തിൽ മാത്രമാണ് ഇതിനെ കാണിപ്പിക്കുന്നത്, അല്ലാതെ വെളിച്ചം ഇതിനെ ഉണ്ടാക്കി കാണിപ്പിക്കുന്നില്ല. ഇവിടെ ഉള്ളതിനെ കാണിക്കുന്നു, അത്രയും മാത്രമേ. ഇങ്ങനെയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് വെളിച്ചം എന്തിന് ഈ ഗ്ലാസ് ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് ഒന്നും ചോദിക്കാക്കത്തില്ല. ഗ്ലാസ് അവിടെ ഉള്ളതാണ്. അപ്പോൾ ജഡവും ബോധവും എന്ന് പറയുന്നത്, ബോധം ഈ പുരുഷൻ ഈ ആദ്യകാലത്ത് ഈ സങ്കല്പമാണ് പിൽക്കാലത്ത് ഈ മറ്റ് ഇന്ത്യക്കാരൻ്റെ പല ഫിലോസഫിയിലും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ദൈവത്തിന് പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ലോകം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്തിനുണ്ടാക്കി എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് കംപ്ലീറ്റ് ഈ വിദ്വാനെ അങ്ങ് ഒഴിവാക്കാൻ പറ്റും. സാധാരണ ആൾക്കാരുടെ മതവിശ്വാസികളുടെ ദൈവത്തിന് മാത്രമാണ് ഈ ഉത്തരവൊക്കെ പറഞ്ഞു ക്ഷീണിക്കുന്നത്. വേദാന്തവും ഇന്ത്യൻ ഫിലോസഫിയിലെ സൂക്ഷ്മമായിട്ട് വിഷയങ്ങൾ പറയുന്നവർ ഈ കർത്തൃത്വം എന്ന് പറയുന്നത്, കർത്താവെന്നല്ലേ യേശുക്രിസ്തുവിനെ. കർത്താവെന്ന് മാത്രമല്ല, ഇത് ഇങ്ങനെ തന്നെയാണോ എനിക്ക് ഉറപ്പില്ല. പക്ഷെ സാധാരണ ചോദിക്കലുണ്ട്, ദൈവം ഈ നരകത്തിൽ പോകാനായിട്ട് ദൈവം ഞങ്ങളെ എന്തിനു സൃഷ്ടിച്ചു? ഇതൊക്കെ ഈ ചോദിക്കുന്ന ഒരു ചോദ്യവും വേദാന്തത്തിന് ചോദിക്കാൻ പറ്റില്ല. ഇന്ത്യയിലെ അല്ല, പക്ഷെ അതിന് ഉത്തരം ഏകദേശം ഇതുപോലെയാണ്.
ദൈവം സൃഷ്ടിച്ചു, പക്ഷെ മനുഷ്യന് ഒരുപാട് സാധ്യതകളിവിടെ ഉണ്ട്. അതിലേത് വേണം തീരുമാനിക്കുന്നത് മനുഷ്യനാണ്. അപ്പോൾ അത് തിരഞ്ഞെടുക്കുന്നതിൻ്റെ അല്ല, അങ്ങനെ പറയുമ്പോൾ വീണ്ടും പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തിനാ അങ്ങനത്തെ ഒരു മനുഷ്യനെ അല്ല, സൃഷ്ടിച്ചത്? അതെപ്പോഴും വരും. അതാ ഇത് പക്ഷെ ആ വരത്തില്ല. ഉത്തരവാദിത്വം ഒഴിവാക്കി എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത്ര ദൈവം ലളിതമല്ല. ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ ദൈവം ഒരിക്കലും സൃഷ്ടാവല്ല. സൃഷ്ടാവല്ല. ഉള്ളത് ഇവിടെ ഉള്ളത് ആളും കൂടെ ചേർന്ന് കഴിഞ്ഞാലാണ് നമുക്ക് അറിയാനോ അനുഭവിക്കാനോ പറ്റുള്ളൂ. ഇതുപോലാണ് ശരീരവും ബോധവും എന്നാണ് അവർ പറയുന്നത്. ശരീരം ജഡമായിട്ടിരിക്കുന്നു. ശരീരം ശരീരത്തിലുള്ള ഗുണങ്ങളാണ് ഈ ഇതെല്ലാം സത്വം, ഈ കാണുന്ന രജസ്, ലോകങ്ങൾ തമസ്. മുഴുവനും അത് ബോധം കൂടെ ചേർന്നാലാണ് അത് അറിയാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ അതുകൊണ്ടാണ് സാക്ഷി സ്വരൂപൻ എന്നാണ് അവരതിനെ പറയുന്നത്. സാക്ഷി മാത്രം. അല്ലാതെ ആള് അതുകൊണ്ടാണ് ഈ ബോധം എന്നൊക്കെ നമ്മൾ ഈ പറയുന്ന കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുമ്പം വളരെ സൂക്ഷ്മമായിട്ട് ഈ പണി വിശദീകരിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആൾക്കാർ. പണ്ടേ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഈ ഒരു ഉത്തരത്തിനകത്ത് എന്താണ് പിന്നെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ സാക്ഷി സ്വരൂപത്വമുള്ളതായി മാത്രം അനുഭവിക്കുന്ന അനുഭവം ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. സാക്ഷി സ്വരൂപനായിരിക്കുക എന്നുള്ളതാണ് മാത്രമാണ്. അല്ലാതെ നമ്മളങ്ങനെ ആക്ടറാകുന്നില്ല, കർത്താവാകുന്നില്ല, കർത്തൃത്വമില്ല. അതാണ് അവരിങ്ങനെ തപസ്സിരുന്ന് അവരിത് ഇത് എന്ത് ചെയ്തെടുത്താലും എത്തുന്നത് ഒരിക്കലും പ്രവർത്തിക്കാത്ത ആകാത്തത്, എന്തെങ്കിലും ആയി മാറാത്തതായിരിക്കുന്ന, എപ്പോഴും നിത്യ വെളിച്ചമായിരിക്കുന്നെന്ന് പറയുന്ന ഒരു ബോധത്തിനകത്ത് ബോധമാണെന്ന് ഞാൻ എന്ന് തിരിച്ചറിയുന്നു. ഇതിനാണ് അവർ ജീവിതത്തിനെ അകത്തുനിന്ന് മോചിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം. ഇതാണ് ഈ ജഡത്തിൽ നിന്ന് മോചിക്കുക. കാരണം ജഡമായി അനുഭവിക്കുന്ന വശത്ത് നിൽക്കുന്നിടത്തോളം കാലം ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളെ അവരനുഭവിക്കും. ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ചോദ്യങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവും. അതിൽ നിന്ന് മോചിക്കുക എന്ന് പറയുന്നത് ഈ ജഡത്തിൽ നിന്ന് മാറുക എന്നുള്ളത്. വേറെ ഒന്നുമില്ല, ഒന്നും തന്നെ സംഭവിപ്പിക്കുന്നുമില്ല. ഞാൻ ജഡമല്ല, ഞാൻ ഈ നിത്യമായ ബോധമാണ് എന്ന് ഉള്ള നമ്മുടെ തിരിച്ചറിവുണ്ടാകും. ആ നിമിഷം നമ്മളെ സംബന്ധിച്ചോളം ഈ പ്രപഞ്ചത്തിൻ്റെ ഈ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിലും ഇല്ല. ഇതിനെയാണ് അവർ കൈവല്യം, അന്ന് സാങ്ക്യൻ്റെ ഈ മോചനത്തിന് കൈവല്യം എന്നാണ് അവർ പറയുന്നത്. കൈവല്യമാണ്. അപ്പോൾ ആ ഫിലോസഫിയിലല്ല മോക്ഷമെന്ന് അവർ പറയുമ്പോഴും, എന്താണ് കൈവല്യമെന്ന് പറയുമ്പോഴും ഒക്കെ ഈ അർത്ഥത്തിലാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് ജഡത്തിൽ നിന്ന് ജഡമായെന്ന് ജഡത്തിനോട് താതാത്മ്യപ്പെട്ട് നിൽക്കുന്ന വശത്തിനെ ആ താതാത്മ്യമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ജഡമല്ല ബോധമാണെന്നുള്ള തിരിച്ചറിവ് മാത്രമാണ് സംഭവിക്കുക. ജീവിത സാക്ഷാത്കാരം. അതോടെ ഈ സ്കൂള് പൂട്ടും. ജഡത്തിനോട് ചേർന്ന് നിന്നാൽ അനന്ത ജന്മങ്ങളുണ്ടാകുന്നതായിട്ടായിരിക്കും അനുഭവിക്കുന്നത്. അങ്ങനെയാണ് അനന്ത ജന്മങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ആ ജന്മങ്ങൾ ഒഴിവാക്കി ഇതിന് വളരെ സമാനമായ ഒന്ന് തന്നെയാണ് ബുദ്ധനും പറയുന്നത്. നിർവ്വാണം എന്ന് പറയുമ്പോൾ അനന്ത ജന്മം അദ്ദേഹത്തിനും വേണം. അതിനകത്ത് ഗ്രേഡഡ് ആയിട്ടാണ് ഈ മോചനം ഉണ്ടാകുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർക്ക് ഒത്തിരി ഘട്ടങ്ങളുണ്ട്. അത് ഇവർക്കൊക്കെ ഇതുപോലുള്ള ഘട്ടങ്ങളുണ്ട്. ഇവർക്ക് തിരിച്ച് വീണ്ടും ഇതുപോലെ വീണ് പോവാം. പടി തെറ്റി പടി വീഴാൻ പറ്റും. വളരെ താഴെയുള്ള പടിയിൽ വീണിട്ട് വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് മേപ്പോട്ട് കയറേണ്ടി വരും. അപ്പം ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പടികളൊക്കെ ഈ സങ്കല്പങ്ങളാണ് അതൊക്കെ. ക്ഷേത്രത്തിൻ്റെ ഘടന തന്നെ അങ്ങനെയാണ് അവരുണ്ടാക്കുന്നത്. ചുറ്റമ്പലം എന്ന് പറയുന്നത് നമ്മൾ ഈ ജഡത്തിൽ നിന്ന് ഇതിനകത്തേക്ക് സ്റ്റെപ്പുകളായിട്ടാണ് പടിയ. അതുപോലെ തന്നെ ശരീരത്തിനെ ഇതേപോലെ വെച്ചിട്ട് യോഗികൾ പറയും 6 ആധാരം. അതിനെ പടിയായിട്ടും കാണാറുണ്ട്. പടിയാറും കടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ പടി 6 ഇതാണ്.
ആ, ആ. ശരീരം ഇത് 6 എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അത് ഒന്ന് ഈ മൂലാധാരം എന്ന് പറയും, നമ്മുടെ നട്ടെല്ലിൻ്റെ ചുവട്. ആ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെനിറ്റൽ എന്ന് പറയും, നമ്മുടെ ലിംഗത്തിൻ്റെ ഭാഗത്താണ്. അത് കഴിഞ്ഞ് അടി വശത്താണ്. അത് കഴിഞ്ഞ് നെഞ്ചിൽ, അത് കഴിഞ്ഞ് കഴുത്തിൽ, അത് കഴിഞ്ഞ് നെറ്റിയിൽ, അത് കഴിഞ്ഞ് ഇത് സഹസ്രാരപത്നം എന്നൊക്കെ പറയും. ഇതിനെല്ലാം പേരുണ്ട് കേട്ടോ, ഓരോന്നിനും പേരുമൊക്കെ ഉണ്ട്. അങ്ങനെ പടി 6 കടന്ന് അങ്ങ് മുകളിലെത്തുന്നതാണ് ഈ എത്തിച്ചേരുന്ന സ്ഥലമാണ് നമ്മൾ ജീവൻ മുക്തനാകും. അപ്പോൾ ഇതിൻ്റെ അവസ്ഥയ്ക്കകത്താണ് സമാധിസ്ഥനാകുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഓരോന്നും ഇതുപോലുള്ള എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഇതിനകത്ത് വേരിയേഷൻസ് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഫിലോസഫികളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ മെയിൻലി ഇത് ഞാൻ ഈ പറയുന്ന നിലവാരത്തിലാണ് കാണുന്നത്. അപ്പം അവിടെ ഈ ലോകമുണ്ടാകുന്നു എന്നൊന്നുമല്ല പറയുന്നത്, സാമീപ്യം കൊണ്ട് ഉണ്ടെന്ന് ഭാവിക്കുന്നതേ ഉള്ളൂ. ഭവിച്ചത്, ഭൂതം എന്നുള്ള വാക്കെന്ന് പറഞ്ഞാൽ ഭവിച്ചതെന്നാണ്, ഉണ്ടായത്, അല്ലാതെ അത് വേറൊന്നുമല്ല. അപ്പം ഈ കാലം എന്ന് പറയുന്നത് ഇതിങ്ങനെ ഏത് വശത്താണ്, നമ്മൾ ജഡത്തിൻ്റെ വശത്ത് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള സകല സംഭവങ്ങൾ നടക്കുന്നതായിട്ട് അനുഭവിക്കും. പ്രസൻ്റായിട്ടിരിക്കുന്നു, അല്ല മുഴുവൻ നടക്കുന്നതായിട്ട്, ഇവിടെ ഒത്തിരി സംഭവങ്ങൾ നടക്കുന്നതായിട്ട് അനുഭവിക്കും, ജഡത്തിനോട് ചേർന്ന് നിൽക്കുന്നത്. അതേസമയത്ത് നമ്മൾ ബോധത്തിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഇത് മുഴുവനും സിനിമ കാണുന്നത് പോലെ നടക്കത്തില്ല, മാറി സാക്ഷി സ്വരൂപനായിട്ടാണ്. അങ്ങനെ ജീവനെ ജീവിച്ചിരിക്കുമ്പോൾ സാക്ഷി സ്വരൂപത്തോടെ ആർക്ക് കാണാൻ കഴിയുന്നോ അവരെ ജീവൻ മുക്തരെന്ന് പറയും. ജീവൻ ജഡത്തിൽ നിന്ന് മോചിച്ച് നിൽക്കുകയാണ് അവർ, മോചിച്ച് നിൽക്കുന്നത്. ആ ജഡത്തിന്റെ അശുദ്ധി ഇല്ലാതെയാണ്. അപ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ മറ്റുള്ളവർക്ക് അവർ പ്രവർത്തിക്കുന്നു എന്ന് തോന്നുമെങ്കിലും അവരൊന്നും പ്രവർത്തിക്കും, ഇവരൊന്നിലും കലരുന്നില്ല, ഇവർ കലർപ്പില്ലാതെയാണ്. നല്ല രസമായിട്ടൊക്കെ ഇതൊക്കെ ഇങ്ങനെ കഥകളായിട്ട് നാരായണഗുരുവിൻ്റെ കഥയ്ക്കകത്തൊരു ഇതുണ്ട്. നാരായണഗുരു ഇങ്ങനെ നാട്ടുകാർക്കൊക്കെ വേണ്ടി ക്ഷേത്രങ്ങളൊക്കെ ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ക്ഷേത്രം വയ്ക്കുമെന്ന് പറഞ്ഞാൽ കല്ല് വയ്ക്കുകയാണെന്നുള്ളതാണല്ലോ അതിനെ. അപ്പോൾ അന്നത്തെ ഒരു പ്രവൃത്തി ഈ അളന്ന് കല്ലിടുന്നത് പ്രവൃത്തിയാരുടെ പണിയാണ്. പ്രവൃത്തിയാർ എന്ന് പറഞ്ഞൊരു തസ്തിക ഉണ്ടായിരുന്നു, നമ്മൾ തഹസീൽദാർ എന്നൊക്കെ പറയുന്നതൊക്കെ അതിനകത്തു നിന്നാണ് പ്രവൃത്തിയാർ. അപ്പോൾ അളന്ന് തിട്ടപ്പെടുത്തി കല്ലിടുന്നത് പ്രവൃത്തിയാരുടെ പണിയാണ്. അപ്പോൾ കുറേ നാളായിട്ട് ക്ഷേത്രം വെച്ചുകൊണ്ട് നടന്ന സമയത്ത് ചട്ടമ്പിസ്വാമിയെ കണ്ടുവന്നു. അപ്പോൾ ചട്ടമ്പിസ്വാമിയും രണ്ടുപേരും വേദാന്തികളായിട്ട് ജീവിക്കുന്ന സമയത്താണ് ഈ ക്ഷേത്രപ്പണി ഒക്കെ നാരായണഗുരു തുടങ്ങിയത്. അപ്പോൾ ചട്ടമ്പിസ്വാമി ചോദിച്ചു, അല്ല പ്രവൃത്തിയാരുടെ പണിയാണെന്ന് കേട്ടല്ലോ, കല്ലിടല്ലേ എല്ലായിടത്തും കല്ലിടുന്നില്ലേ, പ്രതിഷ്ഠ ചെയ്യുന്നില്ല, വേദാന്തിക്ക് ഒരു കാര്യമില്ലാത്ത സാധനമാണ്. അപ്പോൾ നാരായണഗുരു മറുപടി പറഞ്ഞു, പ്രവൃത്തിയുണ്ട്, ആരില്ല. ഓ, എങ്ങനെയുണ്ട്? പ്രവൃത്തി ഉണ്ട്, കല്ല് ഇടുന്നുണ്ട്, പക്ഷെ ആരില്ല. എന്നുവെച്ചാൽ പ്രവൃത്തിയെ മാത്രമേ നടക്കുന്നുള്ളൂ, അതിനകത്ത് ചെയ്യുന്ന ആളില്ല, പ്രവൃത്തിയുണ്ട്, ആരില്ല. ചെയ്യുന്ന ആളുടെ കാര്യമേ അല്ല അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ ആരില്ല. അപ്പോൾ ഇത് കേട്ടാൽ നമുക്ക് വേദാന്തി അറിയാവുന്നവർക്ക് എല്ലാവർക്കും ഓക്കെ കൊള്ളാവുന്ന ഉത്തരവാണെന്ന് തോന്നും. ഇങ്ങനെ അത് കണ്ടിരുന്നേ. അപ്പം നമ്മൾ വേദാന്തികളായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അവരിത് വിശദീകരിക്കുന്നതെന്ന് പറയുന്നത് എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അവർ തിരുവിളയാടൽ എന്നുള്ള വാക്കാണ് തമിഴ് ഭാഗത്തു നിന്ന് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കളിയാണ്. വിള എന്ന് പറഞ്ഞാൽ വിളയാട്ടം, ദൈവത്തിൻ്റെ വിളയാട്ടം മാത്രമാണ്. ദൈവത്തിനൊരു ആവശ്യമില്ല, സമ്പൂർണ്ണനാണ്, സർവജ്ഞനാണ്, എല്ലാം ആയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു കളിവായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്നുള്ളതല്ലാതെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു പണിയാണ്. കുഞ്ഞുങ്ങളുടെ കളികൾ അതിനെ ഉത്തരവാദിത്വത്തോടെ നമുക്ക് പറയാകത്തില്ലല്ലോ. അതുപോലെയാണ് തിരുവിളയാടലാണ്. ഇത് തന്നെയാണ് സംസ്കൃതത്തിനകത്ത് ലീല എന്നാണ്, കളിയാണ്, ലീലാവിലാസം എന്നാണ്. ഈ വാക്കുകളൊക്കെ ശരിക്കും ഫിലോസഫി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ലീലാവിലാസമാണ്.
അപ്പോൾ എങ്ങനെയാണ് വെളിച്ചം ഒന്നും ചെയ്യാതെ ലോകത്തുള്ളതിനെ മുഴുവനും കാട്ടിത്തരുന്നത് പോലെ ആ, ബോധം അതിൻ്റെ സാമീപ്യം കൊണ്ട് ഈ കാണുന്നതിനെ മുഴുവനും ഇല്ലാതെ പ്രവർത്തിക്കാതെ പ്രവർത്തിപ്പിക്കുന്നതായിട്ട് ഭാവിക്കുന്നു. അപ്പോൾ നമുക്ക് അതിനകത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല. ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? എന്നെ ഇങ്ങനെ ഇതാണോ സൃഷ്ടിച്ചു, ചെയ്യേണ്ടത്? ഞാൻ ഇതൊക്കെ പറയുന്നു, ഈ പറയുന്ന ഒന്നും തന്നെ അർത്ഥമില്ലാതെ. അതൊക്കെ നമ്മൾ ഈ ജഡത്തിൽ കുടുങ്ങിയത് കൊണ്ടുള്ള പ്രശ്നം. ജഡത്തിൻ്റെ വശത്ത് നമ്മൾ നിൽക്കുന്നത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ അവൻ്റെ സ്വരൂപമായ സാക്ഷിത്വം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം പിന്നൊന്നും സംഭവിപ്പിക്കാനില്ല. ചോദ്യങ്ങളില്ല, ഉത്തരങ്ങളില്ല. എന്ത് ചോദിക്കാൻ പറ്റും? ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇങ്ങനെയാണ് കർത്തൃത്വം, ദൈവത്തിൻ്റെ കർത്തൃത്വത്തിനെ ഒഴിവാക്കിയുള്ള ഉത്തരമായിരുന്നു വേദാന്തികൾ കൊടുത്തിരുന്നത്. അല്ലാതെ കർത്താവായ ദൈവവും പടച്ചോനായ ദൈവവും ഇല്ല വേദാന്തിക്ക്. അല്ല, അപ്പോൾ ഈ മലമൂത്ര വിസർജനമൊക്കെ ഉണ്ടാവില്ലേ? ഇത് ദൈവമായിട്ടൊരു ബന്ധമില്ലല്ലോ. ഇല്ലല്ലേ? അത് ജഡത്തിൻ്റെ പണിയാണ്. ജഡത്തിൽ മാത്രം ഉണ്ടെന്ന് സാമീപ്യം കൊണ്ട് മാത്രം ഉണ്ടെന്ന് തോന്നിപ്പിച്ചത് മാത്രമാണ്, തോന്നൽ മാത്രമാണ്. അതുകൊണ്ടാണ് അത് മായയായി മാറുന്നത്. ഇല്ലാതിരുന്നിട്ട് ഉണ്ടെന്നുള്ള അനുഭവമാണ് മായ, ഉള്ളതല്ല. ഉള്ളതല്ല. പ്രപഞ്ചം ഇത് ഉള്ളതെന്ന് പറഞ്ഞ സാധനം സാക്ഷി സ്വരൂപൻ മാത്രമാണ്. സാക്ഷി സ്വരൂപനാണുള്ളത്. അത് അതൊക്കെ മായയാണ്. മറ്റേത് ഉണ്ടെന്ന് ഇല്ലാതിരുന്നിട്ടുണ്ടെന്ന് തോന്നും. അത് ഈ ബോധം ജഡത്തോട് ചേരുമ്പോൾ ജഡമായിട്ട് ഒരു അനുഭവമാണ്, അനുഭവിപ്പിക്കുന്നത്. അപ്പം ജഡത്വം സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ ഇല്ലാതായി പോകും. എങ്ങനെയാണെന്നുള്ളത് നാരായണ ഒരു വിശദീകരിക്കും. നിങ്ങൾ ഈ കാണുന്ന വസ്തുവിനെ എടുത്ത് രണ്ടാക്കുന്നു, വീണ്ടും അതിനെ എടുത്ത് വീണ്ടും രണ്ടാക്കുന്നു, വീണ്ടും എടുത്ത് രണ്ടാക്കുന്നു. എന്നുവെച്ചാൽ അതിന് അദ്ദേഹം വസ്ത്രമാണ്. വസ്ത്രം എടുത്ത് നമ്മൾ അതിൻ്റെ സത്യം എന്താണെന്ന് പരിശോധിക്കുമ്പോൾ വസ്ത്രത്തിൻ്റെ സത്യം നൂലാണെന്ന് മനസ്സിലാവും. നൂലെന്താണെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത് പഞ്ഞിയാകും. പഞ്ഞി എന്താണെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പഞ്ചഭൂതമാകും. പഞ്ചഭൂതങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അത് തന്മാത്രകൾ, വളരെ സൂക്ഷ്മ കണങ്ങളായിട്ട്. അതെന്താണെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അതെന്താണെന്ന് നമുക്ക് അറിയാൻ വയ്യാത്ത അറിവില്ലായ്മയിലാണ് ചെന്നിരുന്നത്. ഇത് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. ഈ അറിഞ്ഞുകൂടാ, അറിവില്ലായ്മയിൽ നിന്നാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ഉണ്ടായിരിക്കുന്നത്. അറിവില്ലായ്മ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇരുട്ട് പോലെ. അറിവ് വരുമ്പോൾ അതങ്ങനെ, അറിവ് വരുമ്പോൾ അറിവില്ലായ്മയെ പരിശോധിച്ച് മനസ്സിലാക്കാനൊക്കത്തില്ല, അതങ്ങ് അപ്രത്യക്ഷമായി പോകത്തില്ല. വല്ല പ്രശ്നമാണ്. ഭയങ്കര നല്ല രസമായിട്ട് വിശദീകരിച്ചില്ലേ? ഞാൻ വെളിച്ചം വരുമ്പോൾ ഈ മുറി നിറച്ചിരുട്ടാണ്, നമ്മൾ മനസ്സിലാക്കുക. ഈ മുറി മുഴുവൻ നിറഞ്ഞ് നമ്മൾ സകല ജനലും കഥവും എല്ലാം മുഴുവൻ അടച്ച് സീൽ ചെയ്ത്, അപ്പോൾ നിറച്ചിരുട്ട്, ഒന്നും കാണാൻ വയ്യല്ലോ. അപ്പോൾ നമ്മൾ ലൈറ്റ് കത്തിക്കുന്നു, ഇരുട്ടോടെ പോയി എന്നുള്ളതാണ് ചോദ്യം. അതാണ് ചോദ്യം. ഇരുട്ടില്ലാതെ ഇരുട്ട് ചുരുണ്ട് കൂടി ഒരു മൂലയ്ക്ക് കിടക്കുമായിരുന്നെങ്കിൽ നമുക്ക് പറയാം ഓക്കെ, ഇരുട്ട്. അപ്പം വെളിച്ചവും ഇരുട്ടും ഉണ്ടെന്ന് പറഞ്ഞാൽ വെളിച്ചമേ ഉള്ളു, ഇരുട്ടില്ല. പക്ഷെ ഇരുട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? ഇരുട്ടിൽ ഭൂതങ്ങൾ പ്രത്യക്ഷപ്പെടും. അറിവില്ലായ്മ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഉണ്ടാവും. എന്തൊരു നല്ല ഉത്തരവാണ്, എന്തൊരു നല്ല ഉത്തരവാണ്. സ്വാമിമാർ ഇതാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു അക്ഷരമോ ഒരു രക്ഷയില്ലല്ലോ. തല്ലി കൊല്ലാൻ തോന്നും ശരിക്കും. ഇല്ല, ശരിയല്ലെന്ന് പറയുന്ന ഇയാൾക്ക് എങ്ങനെ? ശരിയല്ല എന്നുള്ളതല്ല, ലോൺ അടയ്ക്കണ്ടേന്ന് ആലോചിക്കുന്നത് അത് വേറെ. അതൊക്കെ ലോൺ അടയ്ക്കുന്ന പ്രശ്നം. ഞാൻ പറയുന്നത് ഈ പറയുന്ന ഏത് സാധനവും ഞാൻ ഈ പറയുന്ന ഉത്തരം പറഞ്ഞാൽ എങ്ങനെ മറികടക്കും? അല്ല, അത് പറ്റില്ല. അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയല്ലേ നമ്മൾ അറിയുന്നത്. നമുക്കറിയില്ല. നമ്മൾ വെളിച്ചം വരുമ്പോൾ ഇരുട്ട് അപ്രത്യക്ഷമാകുന്ന പോലെ നിങ്ങൾ സാക്ഷി സ്വരൂപനാണെന്ന് അറിയുന്ന നിമിഷം ഈ കാണുന്ന നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളും എല്ലാം അപ്രത്യക്ഷമാകും. നിങ്ങളായി അറിയപ്പെട്ടിരുന്ന, അതുവരെ അറിയപ്പെട്ടിരുന്നതും അപ്രത്യക്ഷമാകും. പിന്നെ ആകെ ഉള്ളത് സത്യമായ നിത്യമായ സാക്ഷി സ്വരൂപത്വം മാത്രമേ ഉള്ളൂ. ഈ ഉത്തരത്തിന് എന്താണ് പ്രശ്നം?
ഉത്തരത്തിന് പ്രശ്നമൊന്നും ഉത്തരത്തിന് പ്രശ്നമില്ല. ഇതുകൊണ്ടാണ് വേദാന്തികൾ ഇപ്പോഴും ഇത് പറഞ്ഞിരിക്കാൻ പറ്റും. ആകെ നമ്മുടെ ഒരു പ്രശ്നം എന്താണ്? അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇതിങ്ങനെ മനസ്സിലാകുന്നത് വഴി നമ്മുടെ വിഷമമൊക്കെ മാറ്റിയാൽ ഈ ഗ്ലാസ്സൊക്കെ ഉണ്ടാക്കാൻ ഒക്കത്തില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ ഈ ജീവിതത്തിനകത്ത്, മനുഷ്യ ജീവിതത്തിനകത്ത് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ ലോകത്തിനകത്തെ ഒരു ഉത്തരത്തിനും ഈ ഉത്തരം നമുക്ക് ഉതകത്തില്ല. ഉത്തരമില്ലായ്മയും പരമാവധി പരമ ഉത്തരമാണെന്ന് പറഞ്ഞാലും മനുഷ്യ ജീവിതത്തിൻ്റെ ഉത്തരങ്ങളായിട്ട് അത് മാറത്തില്ല. ജീവിതത്തിന് ഉത്തരവാദില്ല. നമ്മൾ ഈ ജസ്റ്റ് ഒന്ന് പറയണ്ടോ, ഇത്രയും ഗൗരവമുള്ള കാര്യം പറഞ്ഞ ഒരു സമയത്ത് ഈ പറഞ്ഞിട്ടോന്നറിയില്ല, ഈ ബലൂണിൽ, ഹോട്ട് എയർ ബലൂണിൽ പോവാണ് രണ്ടുപേരും, ഒരു മാത്തമാറ്റീഷ്യനും ഒരു എൻജിനീയറും കൂടിയിട്ട്. സംഭവം കേടായിപ്പോയി. അപ്പോൾ ഇത് ഡയറക്ഷൻ ഇല്ലാണ്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വായുവിൽ. അപ്പോൾ ഇവർ വിളിച്ച് പറയണ്ടോ, അയ്യോ ഇവിടെ ഞങ്ങൾ എവിടെ എത്തിയെന്ന് അറിയില്ലേ, രക്ഷിക്കണേ രക്ഷിക്കണേ എന്നിങ്ങനെ അലറി വിളിക്കുന്നുണ്ട്. കുറേ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവരൊരു ശബ്ദം കേട്ടു, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് അക്ഷാംശം ഇത്ര ഡിഗ്രിയിലും രേഖാംശം ഇത്ര ഡിഗ്രിയിലുമാണ്. അപ്പം ഈ മാത്തമാറ്റീഷ്യൻ എൻജിനീയറോട് പറഞ്ഞു, ഇതിപ്പോൾ പറഞ്ഞില്ലേ, അയാളൊരു മാത്തമാറ്റീഷ്യനാണ്. എന്തേ? അല്ല, അയാൾ പറഞ്ഞുത്തരം കറക്റ്റാണ്, ഭയങ്കര കറക്റ്റാണ്, പക്ഷെ നമുക്കൊരു ഉപകാരമില്ല. ഇത്ര രേഖാംശവും അക്ഷാംശം കറക്റ്റാണ്. അതുപോലാണ് ശരിക്കും പറഞ്ഞ ഉത്തരം കറക്റ്റാണ്. അപ്പം ഇങ്ങനെ ഇപ്പം നമ്മൾ ഈ ബോധത്തിനെ പറ്റി നമ്മുടെ അവസ്ഥേനെ മാറ്റാൻ അതുകൊണ്ട് ഒരു പക്ഷെ വേദാന്തിയെ സംബന്ധിച്ചോളം സാക്ഷി സ്വരൂപത്വം. അപ്പോൾ അതിനാണ് പിന്നെ നമ്മൾ യമനിയമങ്ങളുമൊക്കെ അനുസരിച്ച് ഈ തപസ് ചെയ്ത് ഈ സാക്ഷി സ്വരൂപം അനുഭവിച്ചാൽ മുക്തനായി. ജീവിച്ചിരിക്കുമ്പോൾ ജീവൻ മുക്തനെന്നും, എന്നാൽ മരിക്കുമ്പോൾ കൂടുതൽ എന്തെങ്കിലും സംഭവിപ്പിക്കാൻ ഈ ജീവൻ മുക്തനുണ്ടോ? ഒന്നുമില്ല. വിദേഹമുക്തി എന്നുള്ള വാക്ക് പറയുമെന്നുണ്ടെങ്കിലും മരിച്ചൊന്നും കൂടുതൽ സംഭവിപ്പിക്കാനില്ല. മോക്ഷം നേടുക അങ്ങനെയൊന്നുമില്ല. മോക്ഷം ജീവിച്ചിരിക്കുമ്പോഴാണ് നേടുന്നത്. ജീവിച്ചിരിക്കുമ്പോഴാണ് സാക്ഷി സ്വരൂപം അനുഭവിക്കുന്നത്. മോചിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് മോചിച്ചിരിക്കുമ്പോൾ മരണം എന്നൊക്കെ പറയുന്നതൊക്കെ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളമാണ്. അനുഭവിച്ചിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. മരണം കൊണ്ട് പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും. ആദ്യമേ ജഡത്തിൽ നിന്ന് മോചിച്ചിരിക്കുക. ജഡ അല്ല എന്നുള്ള മനസ്സിലാക്കൽ കൊണ്ട് ജഡത്തിന് മാത്രമാണ് ഈ മാറ്റങ്ങളും പരിണാമങ്ങളും. ബോധത്തിനില്ല. ബോധം വെളിച്ചം പോലെ കലർപ്പിന്ന് വേർതിരിഞ്ഞ് ആദ്യമേ വേർതിരിഞ്ഞാണ്. ആകെ അത് ഉണ്ടെന്നറിയിക്കുന്ന നിലവാരത്തിൽ അതിൻ്റെ സ്വരൂപം കൊണ്ട്, അല്ലാതെ അതെന്തെങ്കിലും ചെയ്യുന്നതായിട്ട് ഇതാണ് അവർ പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ നിലവാരം ഉയർത്തണമെന്ന് ആലോചിച്ചാൽ ഈ ഒരു സാധനത്തിന്, ഇതുകൊണ്ടാണ് ലോകത്ത് നമുക്കറിയുന്ന എല്ലാ വേദഗ്രന്ഥങ്ങളും പഠിച്ചാലും നമുക്ക് ഈ കാണുന്ന ലോകത്തിനെ നമുക്ക് അനുകൂലമാക്കി ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് കഴിയില്ല. നമ്മൾ ജീവൻ്റെ തുടർച്ചയിൽ ഈ ഉത്തരം വലിയ ഗുണം ചെയ്യില്ല. നമുക്ക് ജീവൻ സന്തുഷ്ടമായിട്ടിരിക്കുന്നു, അവർ സന്തോഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് യാതൊരു തരത്തിലും ഒരിക്കലും മെഷർ ചെയ്തോ അല്ലെന്നുണ്ടെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ ക്വാണ്ടിഫൈ ചെയ്യാമെന്ന് നമ്മൾ പറയും. മെഷർ ചെയ്ത് ഇന്നതുപോലെയാണിത് എന്ന് പറയുന്ന മെഷർമെൻറ്റിൻ്റെ പുറത്താണ് ഈ സംഭവം. അല്ലെങ്കിൽ വേറൊരാൾക്ക് പകർന്നു കൊടുക്കാനോ ഒന്നും കഴിയില്ല. വേറൊരാളെ അനുഭവിക്കാനോ. ഇപ്പം നമ്മൾ ഒരിക്കലും ഒരാൾക്ക് ഞാൻ സ്വയം അനുഭവിക്കുന്ന ഒരു കാര്യമെന്നുള്ളതല്ലാതെ മറ്റൊരാൾക്ക് പങ്കുവെക്കാനൊക്കുന്ന ഒരു കാര്യമേ. നമ്മുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞപ്പോൾ എ സിയിലിരിക്കണു, നമ്മളിപ്പോൾ വേറെ ആളുകൾക്ക് വന്നിരിക്കാമല്ലോ. ഈ മാറ്റങ്ങളുള്ള ലോകത്ത് നമ്മളിരിക്കുമ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ വ്യത്യസ്തമാക്കാൻ നമുക്ക് കഴിയും എന്ന് പറയുന്നതാണ് നമ്മൾ സയൻസ് എന്നൊക്കെ പറയുന്നത്. ഈ മേഖലയിൽ ഇല്ലാതിരിക്കുന്ന ആളുകൾ ആലോചിച്ച് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഒരു സങ്കല്പമാണ് ഈ പറയുന്ന സാക്ഷി സ്വരൂപത്വം. അറിവില്ലായ്മയിൽ നിന്നാണെന്ന് പറയുമ്പോൾ പിന്നെ അറിയേണ്ട കാര്യമില്ല. അറിയാനൊക്കത്തില്ല. കാരണം ഇരുട്ടിനെ അറിയാനൊക്കത്തില്ല. വെളിച്ചം കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഇത് അപ്രത്യക്ഷമായി പോകത്തില്ല. അറിയാൻ ശ്രമിക്കുന്നത് വിജ്ഞാനമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. വിശേഷജ്ഞാനം, ഓരോന്നിനെ സവിശേഷമായി അറിയുക എന്ന് പറയുന്നതാണ് ശാസ്ത്രീയമായ അറിവുകളെന്നാണ് അവർ പറയുന്നത്.
ജ്ഞാനം അങ്ങനല്ല. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒന്നിനെ അറിയുന്നില്ല, അതായിരിക്കാനേ പറ്റുള്ളൂ. അറിയാൻ, അത് സ്വയം അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിഷയമായി പോകും. അത് ലോകത്തെ ഈ ആത്മാവിനെ ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിന് വിഷയമായെന്ന് പറയണ്ടേ? അപ്പോൾ അത് ഒബ്ജക്റ്റ് ആകത്തില്ലേ? ഞാൻ ആത്മാവായിരിക്കാനേ പറ്റുള്ളൂ. അത് ഒന്നും ഉണ്ടാകത്തില്ല. ഇതുകൊണ്ട് പരമജ്ഞാനികൾ ഒരക്ഷരവും പറയത്തില്ല. തന്നെ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും കൊടുക്കും, എങ്ങനെ വാ വിളിച്ചാൽ പോവും. ഇതാണ് ഈ സ്ഥലം, അതാണ് പ്രശ്നം. അപ്പോൾ ഇത് പറയാനേ പറ്റത്തില്ല, പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കത്തില്ല. ശങ്കരാചാര്യ ഒരു ശ്ലോകത്തിനകത്ത് ഇങ്ങനെ പറയും, അത്ഭുതം ചിത്രം വടോദരോർ മൂലേ എന്ന് പറഞ്ഞാൽ ദേ കാണുന്ന ആ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു യുവാവായ ഗുരു ഇരിക്കുന്നു, വൃദ്ധന്മാരായ ശിഷ്യന്മാർ ഇരിക്കുന്നു. ഗുരുവാകട്ടെ നിശബ്ദത കൊണ്ട് വ്യാഖ്യാനിക്കുന്നു, ശിഷ്യന്മാർക്കാണെങ്കിൽ ഒരു സംശയമില്ലാതെ ആനന്ദിച്ചിരിക്കുന്നു. വൃദ്ധന്മാരായിരിക്കുന്ന ശിഷ്യന്മാർക്ക് വിവരം വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് അവർ വൃദ്ധരാകുന്നത്. മറ്റേയാൾ നിത്യമായിരിക്കുന്നതുകൊണ്ടാണ് അയാൾ യുവാവായി തുടരുന്നത്. അയാൾ ഗുരു, പ്രായം കൊണ്ടുള്ള അതല്ല പറയുന്നത്. അതൊക്കെ ഇതുപോലുള്ള സാധനങ്ങൾ പറയുന്നുണ്ട്. അപ്പം അവിടെ ഇതാണ് മൗനം വ്യാഖ്യാനം എന്നാണ്. നിശബ്ദത കൊണ്ട് വ്യാഖ്യാനിക്കുന്നു. എന്തിന്? പരമമായ അറിവ് അല്ലെങ്കിൽ നിശബ്ദമായിരിക്കുന്ന വശത്തിന് അറിവില്ലായ്മ. അതിനെ അറിവില്ലായ്മയല്ല, അറിവിനെ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ നിശബ്ദത കൊണ്ടേ പറ്റൂ. കാരണം നിങ്ങൾ മിണ്ടി തുടങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് അറിവില്ലായ്മയായിട്ട് മാറും. ഗുരുവിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ മൗനം വ്യാഖ്യാനം, മൗനമായിരിക്കുന്നു. ബുദ്ധൻ്റെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇരിപ്പുണ്ട്, എല്ലാം അറിഞ്ഞിരിക്കുന്ന പോലെ. നമുക്കാണെങ്കിൽ ഒന്നും മനസ്സിലായില്ലെങ്കിൽ നമുക്കും തോന്നും എന്തോ ഇയാൾക്ക് വല്ലതും മനസ്സിലായി എന്ന് നമുക്ക് തോന്നത്തില്ലേ? അതാണ് അവർ ഈ ചിത്രമൊക്കെ വരച്ച് വയ്ക്കും. ഇങ്ങനെയാണത് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് നമുക്ക് മാറി വീണ്ടും ചോദിക്കാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും ചോദിക്കാൻ പറ്റത്തില്ല, മിണ്ടാണ്ടിരിക്കാനേ പറ്റത്തില്ല. ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദിച്ചാൽ വിവരക്കേടായി പോകും. പിന്നെ നമ്മുടെ ബാധ്യതയായി വിവരക്കേട്, നമ്മുടെ വിവരക്കേട് നമുക്ക് മാത്രമേ മാറ്റാൻ നോക്കത്തുള്ളൂ. എല്ലാവരും വിവരമുള്ളവരായിട്ട് അഭിനയിക്കാനല്ലാതെ വേറൊരു രക്ഷയും ഈ ഫിലോസഫിക്കകത്തില്ല. അതുകൊണ്ടാണ് ധ്യാനിക്കുന്നവനൊക്കെ ഇങ്ങനെ കുത്തിയിരുന്ന് അവൻ എണ്ണിക്കത്തില്ല. പരമജ്ഞാനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ മൂച്ചിലും എല്ലാവരും അപ്പുറത്തെ ആളെങ്ങനെ ഏറിണിട്ട് നോക്കും. മറ്റവൻ ആദ്യം ആരാണ് കാലനക്കുന്നതെന്നുണ്ടെങ്കിൽ അവൻ്റെ അനുഭവജ്ഞാനം കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലാണ് ഈ പരമജ്ഞാനികളെല്ലാം ഉള്ളത്. അപ്പോൾ ഈ ബോധം എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് ബോധത്തിനെ പണ്ട് കാലത്ത്. അപ്പം ഇയാൾ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ സാക്ഷി സ്വരൂപം എല്ലാത്തിനെയും വെളിവാക്കുകയും ഒരിക്കലും ഒന്നും ചെയ്യാതിരിക്കുന്നതുമായ അവസ്ഥയെയാണ് അവർ പറയുന്നത്. എന്താണ് പരമബോധം? പരമജ്ഞാനം, എന്ന് പറഞ്ഞാൽ ജീവാത്മാവ്, പരമാത്മാവ് എന്ന് വിളിക്കുന്ന അല്ല, എന്ത് ബോധം? ബോധവും പിന്നെ സുപ്രീം പ്രപഞ്ചത്തിൻ്റെ പ്രാപഞ്ചിക പ്രപഞ്ചത്തിനകത്ത് ഇരിക്കുന്ന നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ ഇരിക്കുന്നു. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിൻ്റെ പുറകിൽ ജനലിൽ കൂടെ നോക്കുന്ന പോലെ അല്ലേ നമ്മുടെ കണ്ണിൽ കൂടെ അപ്പുറത്തെ ആളെ നോക്കുന്ന അങ്ങനെയല്ലേ? നമ്മൾ ജനലിൽ കൂടെ ഇങ്ങനെ നോക്കുന്ന പോലെ അല്ലേ നമ്മുടെ കണ്ണിനകത്തൂടെ നോക്കുന്ന ഉള്ളിലിരുന്ന് അനുഭവം അങ്ങനെയാണ്. അനുഭവം അങ്ങനെയാണ്. ആ അനുഭവത്തിനകത്തു നിന്നാണ് നമ്മൾ ഇതെല്ലാം പറയുന്നത്. അപ്പോൾ ആ അനുഭവ സാക്ഷിസ്വരൂപനായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ജന്മങ്ങളെല്ലാം തീർന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ നിരന്തരം ജനിച്ചു മരിക്കുന്നു എന്ന് അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പെടാത്തവരാണ് വെറുതെ കിടന്ന് ഇങ്ങനെ. അവർ എത്തിപ്പെടാത്തവരെന്ന് പറയുന്ന പോലും അവർക്ക് എത്തിപ്പെടാനും ഉണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാതെ അവരങ്ങനെ ജീവിച്ചോണ്ടിരിക്കുകയാണ് നിരർത്ഥകമായിട്ട്. അതാണ് ഈ ചെയ്യുന്നതല്ല. അപ്പോൾ മായാവിലാസത്തിൽ കുടുങ്ങി, മായയിൽ കുടുങ്ങിയവരാണ് ഈ കാണുന്ന പ്രപഞ്ചത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ മുഴുവൻ. മായയിൽ കുടുങ്ങിയത് കൊണ്ടാണ്. മായ എന്താണെന്ന് അന്വേഷിച്ച് അറിയാൻ ശ്രമിച്ചാൽ അത് അപ്രത്യക്ഷം. എങ്ങനെയാണോ ഇരുട്ട് അപ്രത്യക്ഷമാകുന്ന പോലെയാണ് അപ്രത്യക്ഷമായത്. അതുവരെ മഹേന്ദ്രജാലം എന്നാണ് നാരായണഗുരു പറയുന്നത്. മഹേന്ദ്രജാലം ഇതല്ല. വേറൊരിടത്താണെങ്കിൽ നാരായണഗുരു പറയുന്നുണ്ട്, ഉള്ളതും
ഉലകവും ഉള്ളതുമായി കലർന്ന് നിൽക്കും നില എന്നാണ്. ഉലകം എന്ന് പറഞ്ഞാൽ കാണുന്നതല്ല, ലോകം, നശ്വരമായ ലോകം. ഉള്ളതെന്ന് പറഞ്ഞാൽ സാക്ഷി സ്വരൂപം, സാക്ഷി സ്വരൂപം, ബോധം അല്ലെങ്കിൽ സാക്ഷി ബോധം. സ്വരൂപം. ഇത് രണ്ടും കൂടെ കലർന്ന് നിൽക്കുന്ന ഒരു നില ഇവിടെ ഉണ്ട് നമ്മളിപ്പോൾ നോക്കുമ്പോൾ. അതിനെ നാരായണ ഒരു ആ ഫോർമാറ്റിൽ പറയുന്നത് എന്താണ്? വലിയൊരു നീതികേട് ഇത് എത്രയെന്നാണ്. ഇതൊരു ഭയങ്കര നീതികേട് ഇവിടെ ഉണ്ട് പ്രപഞ്ചത്തിൽ. ഇങ്ങനെ കലരേണ്ട ആവശ്യമില്ല. ഉള്ളതും ഇല്ലാത്തതും തമ്മിൽ കലർന്ന് നിൽക്കുന്നത് അത് നടക്കത്തില്ല, ഇതിന് സാധ്യതയില്ല. ഉള്ളതും ഇല്ലാത്തതും തമ്മിൽ എങ്ങനെ കലരും? കലരാനൊക്കത്തില്ല, പക്ഷെ കലർന്ന പോലെയാണ്. ഇതൊരു നീതികേടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉലകവും ഉള്ളതുമായി കലർന്ന് നിൽക്കും നില വലുതായൊരു നീതികേട് ഇതത്രേ. ഇനി ഇതൊന്നും ഇല്ലാതാക്കാൻ ശ്രമിച്ചാലോ? അറുതിയിടാൻ അരുതാതെ, ഇതിനെ അറുതി ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അരുതാതെ അഹം മനോഗോചരം ഇതിലെങ്ങ് ചരിച്ചിടും പ്രമാണം എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഒന്നും ഇതിനെ മനസ്സിലാക്കാൻ കഴിയാതെ ഒരു പ്രമാണവും വർക്ക് ചെയ്യാത്ത ഒരു സംഭവമാണ് ഈ പ്രപഞ്ചം. ഇത് നാരായണ ഒരു 100 ആത്മശതകം എന്ന് പറഞ്ഞ 100 ശ്ലോകം എഴുതുന്നതിനകത്ത് എൻ്റെ 74 80 അതിനകത്ത് എവിടെയാണിത് ഞാൻ ഈ പറഞ്ഞ ശ്ലോകം. അപ്പോൾ പിന്നെ ഇത് ആദ്യം തൊട്ട് എന്തിനാണ് എഴുതിയെന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. ഇതിലെങ്ങ് ചരിച്ചിടും പ്രമാണം എന്ന് വരത്തന്നെ എഴുതി കഴിഞ്ഞാൽ ഇത് ഒരു പ്രമാണം ഇതിനകത്ത് ചരിക്കത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആദ്യത്തെ ശ്ലോകം എഴുതുന്നത്? എങ്ങനെയാണ്? കരണവും ഇന്ദ്രിയവും കളയപരം തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിൽ, ഇതെല്ലാം ഇങ്ങനെ എന്താണ് ഇത് ഓതിടേണം, രാവിലെ എണീറ്റിട്ട് ഇത് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി തുടങ്ങുന്നത്. ഒരു പ്രമാണവും ഇതിനകത്ത് നടക്കത്തില്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഈ ഇതെല്ലാം പറയുന്നത്. എന്തിനാ ഈ എക്സർസൈസ് മുഴുവൻ പറയുന്നതെന്നുള്ളതിന് ഉത്തരവ്. അപ്പോഴാണ് വിവരക്കേടുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പണിയെടുക്കണം, വിവരം ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ടെന്ന് മാത്രമേ വരുള്ളൂ. ആ വിവരത്തിൽ എത്തിച്ചേരാനുള്ള പണിയെടുപ്പായിട്ടാണോ? അതിനാണ് ജീവിതം എന്ന് പറയുന്നത്, വിവരത്തിൽ എത്തിച്ചേരാനായിട്ട്. ഇതെന്തിനാണ് ഇങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല? നിങ്ങൾക്ക് അങ്ങനെ തോന്നി. അങ്ങനെ വ്യക്തിഗതമായി തോന്നുന്ന തോന്നലിനെയാണ് അവർ അവിദ്യ എന്ന് പറയുന്നത്. പക്ഷെ എല്ലാവർക്കും ഇത് അങ്ങനെയാണെന്ന് തോന്നുന്നതിനെയാണ് അവർ മായ എന്ന് പറയുന്നത്. അങ്ങനെ ഇയാളിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആകാശം നീലിച്ചിരിക്കത്തില്ലേ? ഇയാൾക്കും തോന്നും, എനിക്കും തോന്നും, എല്ലാവർക്കും തോന്നുന്നു. യഥാർത്ഥത്തിൽ നീലിച്ചിട്ടില്ല, പക്ഷെ നീലയുണ്ടെന്ന് തോന്നുന്നു. അതാണ് മായ. ആ നിലവാരത്തിൽ പ്രപഞ്ചം ഉണ്ടെന്ന് തോന്നുന്ന എല്ലാവർക്കും ഇത് മായ, അതാണ് മായാകൽപ്പിതം എന്ന്. പക്ഷെ അതേ സമയത്ത് വ്യക്തിഗതമായി പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ദുഃഖം തോന്നുന്ന, നമുക്ക് ഇങ്ങനെ ഇത് കേരളമാണ്, ഇത് ഇന്ത്യയാണ് എന്നൊക്കെ തോന്നുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളാണ്, ഇന്ന വീട്ടിൽ ജനിച്ചതാണെന്നൊക്കെ തോന്നുന്നത് ഇതിനകത്ത് വ്യക്തിഗതമായ തോന്നലാണ് അവിദ്യ. അതാണ് അവിദ്യ. അപ്പോൾ അവിദ്യയും വിദ്യയുണ്ട്. അവിദ്യയും വിദ്യയുണ്ട്. വിദ്യ കൊണ്ട് ഇതിങ്ങനെ അല്ലെന്നറിയണം, അതാണ്. എന്നിട്ടോ രണ്ടും കണ്ടറിഞ്ഞവരെന്നാണ്. ഇത് രണ്ടും വിദ്യ കൊണ്ട് അത് പരമഹംസനൊക്കെ പറയുന്നത് പറഞ്ഞാൽ ഒരു മുള്ള് വേറൊരു മുള്ളിനെ എടുക്കാൻ ഉപയോഗിക്കാൻ പറ്റും, എന്നിട്ട് രണ്ടും കളയും. അപ്പോൾ അവിദ്യയും രണ്ടും കളയും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിലെ ഫിലോസഫിയിൽ ഇങ്ങനെ ഇല്ല, ഇത്രയും സൂക്ഷ്മല്ല. ഇങ്ങനെ സൂക്ഷ്മല്ല. അപ്പോൾ അത് ഇത് ഈശാവാസി ഉപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്തുണ്ട്, അതിനകത്ത് ഇതേ വരികൾ തന്നെയാണ്. അവിദ്യയും രണ്ടും കണ്ടറിഞ്ഞവർ എന്നാണ്. നാരായണഗുരു അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നാരായണഗുരു എനിക്ക് തോന്നുന്ന ഒരു മര്യാദകേട് ചെയ്ത പോലെ എഴുതിയിട്ടുള്ളൊരു സാധനമുണ്ട് ആദ്യത്തെ ശ്ലോകത്തിന്. ഈശാവാസ്യം ഇതം സർവം യത്കിന്ത്യ ജഗത്താൻ ജഗത്ത് തേന തെക്തേന ഭുഞ്ചീത മാഘൃത കസ്യ സിദ്ധനം എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്, ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് ചരിക്ക നീ മുക്തനായി ആശിക്കരുത് ആരുടെയും ധനം, ആശിക്കരുത് ആരുടെയും ധനം എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഉപനിഷത്തിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? കസ്യ സിദ്ധനം എന്നാണ്. ധനം ആരുടേത് എന്നാണ് ചോദ്യം. ഇവിടെ ആശിക്കരുത് ആരുടെയും ധനം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ധനം വല്ലവൻ്റെ ആണ്. അപ്പോഴത്തേനെ ഇവിടെ ഈ എന്താണ് നാട്ടുകാരുടെ സ്വത്താണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ കാലത്താണ് നാരായണഗുരു ഇരിക്കുന്നത്. അപ്പോൾ നാരായണഗുരു വിചാരിച്ച് ഈ ആരുടേതാണ് ധനം എന്നൊക്കെ പറയുന്നതിനേക്കാളും നല്ലത് നീ ആരുടെയും ധനം ആശിക്കരുത് എന്നാണ്.
ഒരു കറക്ഷൻ ചെയ്തു വെച്ചിരിക്കുന്നവരാണ്. കറക്ഷൻ അല്ലത്. അതൊരു മര്യാദഘട്ട സൗകര്യം, നമ്മുടെ സൗകര്യത്തിനനുസരിച്ചുള്ള ഒരു വ്യാഖ്യാനം പോലെ കാലഘട്ടം. അതൊരു മര്യാദഘട്ട ട്രാൻസ്ലേഷനാണ്. അതങ്ങനെ തന്നെ ഞാൻ പറയും. കാര്യമുണ്ട് ഉപനിഷത്തുകാരനെ ഒന്നുമില്ലെങ്കിൽ ഈ കാണുന്നതെല്ലാം ധനമായിട്ട് നീ കാണുന്നതൊന്നും ആരുടേതുമല്ല, ഈ ഭൂമി ആരുടേതുമല്ലെന്ന് പറയുന്നത് കുറേ കൂടെ മെച്ചപ്പെട്ട ഒരു നിലപാടാണ്. പഴയ കാലത്തെ ഒരു നിലപാടാണെങ്കിലും ഒരു കുറേ കൂടെ മെച്ചപ്പെട്ടൊരു നിലപാടാണ്. ആശിക്കരുത് ആരുടെയും ധനം എന്ന് പറഞ്ഞാൽ ധനമുള്ളവരും ധനം ഇല്ലാത്തവരും അവിടെ ഉണ്ടെന്ന് തോന്നുന്ന അതല്ല. എന്തായാലും ബാക്കിയൊക്കെ തെറ്റില്ലാതെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു കൂട്ടിച്ചേർക്കലും തെറ്റായ ഒരു മര്യാദഘട്ട ഒരു ഇൻ്റർപ്രിറ്റേഷനുമാണ്. അതിന് ഒരു സംശയവും നമുക്ക് വേണ്ട. പക്ഷേ ഈ ഉപനിഷത്തുകാരൻ പറഞ്ഞാലും നാരായണഗുരു പറഞ്ഞാലും ഒരേപോലെ ഇങ്ങനെയല്ല ഈ ലോകത്തിനെ മനസ്സിലാക്കണം. നമ്മൾ ഈ ലോകത്തിനെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിരന്തരം മാറുന്ന പ്രപഞ്ചമാണ്. നിരന്തരം മാറുന്ന പ്രപഞ്ചത്തിനകത്തെ മാറ്റങ്ങളിനകത്ത് രൂപപ്പെട്ട പല ഗ്രേഡിലുള്ള എമർജൻറ്റ് ഉരുത്തിരിഞ്ഞ പ്രോപ്പർട്ടികളായിട്ടാണ് നമ്മൾ ഈ അറിവിനെ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ജീവനെ മനസ്സിലാക്കേണ്ടത്. ഉരുത്തിരിഞ്ഞ ഗുണവിശേഷമായിട്ടാണ് എന്ന് പറഞ്ഞാൽ, ഞാനിത് നമ്മൾ നേരത്തെ ജീവൻ്റെ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ കാണുന്ന ഭൂമിയിൽ പ്രഷറുമുണ്ട്, ടെമ്പറേച്ചറുമുണ്ട്. അവിടെ എങ്ങനെയാണ് ഒരു ഓക്സിജൻ ആറ്റവും 2 ഹൈഡ്രജൻ ആറ്റവും തമ്മിൽ ചേരുമ്പോൾ വെള്ളത്തിൻ്റെ ഗുണമുള്ള തന്മാത്ര രൂപപ്പെടുന്നത്? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു എമർജൻറ്റ് പ്രോപ്പർട്ടിയാണ്. അത് കോടിക്കണക്കിന് തന്മാത്രകൾ ചേരുമ്പോൾ നനവുള്ള വെള്ളമായി മാറുന്നത് ഈ ടെമ്പറേച്ചറും ഈ പ്രഷറിൻ്റെ നടുവിലാണെന്ന് അത് എമർജൻറ്റ് പ്രോപ്പർട്ടി ആയിട്ട് മനസ്സിലാക്കണം എന്നുള്ളതുപോലെയാണ് ജീവ അനുഭവം ഉണ്ടാകുന്നത്. പ്രപഞ്ചം ഏകമാണ്, അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ആ മാറുന്ന പ്രപഞ്ചത്തിനകത്ത് മാറുക എന്ന് പറയുന്ന പ്രക്രിയയിൽ ഉണ്ടായ ഉരുത്തിരിഞ്ഞ ആവിർഭവിച്ച ഒരു അനുഭവമാണ് ഇത് ഞാനാണ്, ഇത് ഞാനല്ല എന്ന് പറയുന്ന അതിരനുഭവം. ഒരു അങ്ങനെ ഒരു അറിവ്, അല്ലെങ്കിൽ അതിരില്ലാത്ത പ്രപഞ്ചം, അതിനകത്ത് ഒരു അതിരനുഭവമാണ് ജീവൻ. അങ്ങനെയാണ് ജീവനെ മനസ്സിലാക്കുന്നത്. എമർജൻറ്റ് പ്രോപ്പർട്ടിയാണ്. ആ എമർജൻറ്റ് പ്രോപ്പർട്ടി എങ്ങനെയാണ് വെള്ളത്തിന് നനവുണ്ടാകുന്നത് പോലെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പലതരത്തിലുള്ള കാര്യങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ എമർജ് ചെയ്ത അനുഭവമാണ് ഒരു തുള്ളി വെള്ളമെങ്കിൽ അതിന് ടെമ്പറേച്ചർ കൂടിയാൽ ആവിയായി മാറിപ്പോകും, ടെമ്പറേച്ചർ കുറഞ്ഞാൽ ഖരമായ അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ദ്രവത്വവും ഖരത്വവും വാതകവുമായിരിക്കുന്ന അവസ്ഥയെന്ന് പറയുന്നത് മറ്റ് കണ്ടീഷൻസ് എല്ലാം കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ ഉരുത്തിരിയുന്നതാണ് നമ്മൾ ഈ പറയുന്ന അനുഭവം. അപ്പോൾ ജീവൻ എന്ന് പറയുന്നത് മറ്റൊന്നുണ്ട് എന്ന് അറിയുന്ന അനുഭവത്തിനെയാണ്. അതിൻ്റെ സങ്കീർണതകളാണ് നമ്മൾ പിന്നെ എവല്യൂഷണറി ആയിട്ട് മാറുന്ന പ്രോസസ്സ് മുഴുവൻ. കൂടുതൽ എങ്ങനെയാണ് പലതരത്തിലുള്ള ആറ്റങ്ങൾ ചേർന്ന് പുതിയ വസ്തുക്കൾ രൂപപ്പെടുന്നത് പോലെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിനകത്ത് ഒരു ആവിർഭവിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നതിന് കൂടുതൽ സങ്കീർണതകൾ വരിക എന്ന് പറയുന്നതാണ് സങ്കീർണ ജീവി അനുഭവമായി മാറുന്നത്. അല്ലാതെ ഇല്ലാതിരുന്നത് മാറി ഒന്ന് സത്യമായിരിക്കുകയും മറ്റൊന്ന് അവാസ്തവമായിരിക്കുന്നത് ഇരുട്ടും വെളിച്ചവും പോലെയല്ല ജീവനെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എമർജ് ചെയ്ത, അപ്പോൾ ഈ വെള്ളത്തിൻ്റെ നനവ് പോലെയാണ് ജീവനും ബോധവും ഇരിക്കുന്നത്. ഇതാതെ ജീവൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ഫീച്ചറാണ് ബോധം എന്ന് പറയുന്നത്. ജീവൻ ബോധത്തിൽ നിന്ന് ഭിന്നമാക്കി ഒരു ജീവനെ വെക്കാനേ പറ്റത്തില്ല. അതിനെ കൂടുതൽ സങ്കീർണമായ അനുഭവമായി അത് ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു ഇന്ദ്രിയ അനുഭവം എന്ന് പറയുമ്പോൾ അതിരനുഭവം ആരംഭിക്കുന്നുണ്ടെങ്കിലും അത് സങ്കീർണമാകത്തില്ല. 2 ഇന്ദ്രിയങ്ങളിലുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ശക്തമായ
അതിരനുഭവം ഉണ്ടാവും. 3 ഇന്ദ്രിയങ്ങളുണ്ടാകുമ്പോൾ കുറേ കൂടെ ശക്തമായ അതിരനുഭവം. അപ്പോൾ എത്രത്തോളം ഇന്ദ്രിയങ്ങൾ കൂടുന്നു അത്രത്തോളം സങ്കീർണത കൂടും. അത്രയും സങ്കീർണമായി പ്രപഞ്ചത്തിനെ അറിയുകയും ചെയ്യും. സങ്കീർണമായിട്ട് പ്രപഞ്ചത്തിനെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യും. അനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ അനുഭവത്തിനകത്തെ ഗ്രഡേഷനാണ് സങ്കീർണ ജീവികളുടെ അനുഭവങ്ങളായിട്ട് മാറും. അല്ലാതെ ഇത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനോ മുന്നേ അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഇവിടെ വരികയല്ല ചെയ്യുന്നത്. ഇത് സങ്കീർണതകൾ വർദ്ധിക്കുക എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യവും കൂട്ടിച്ചേർത്ത് കൊണ്ടിരുന്നാൽ പലതരത്തിലുള്ള സങ്കീർണത ആയ കാര്യങ്ങൾ സംഭവിക്കും. ആ സങ്കീർണമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിനകത്ത് ഈ അനുഭവം എന്ന് പറയുന്നതിനകത്ത് ഗ്രഡേഷൻ സങ്കീർണമായി സംഭവിക്കും. അല്ലാതെ തമ്മിൽ ബന്ധമില്ലാതിരിക്കുകയോ അല്ല. ഇവർ മനസ്സിലാക്കിയിരുന്നത് ജഡമായ വസ്തുവും ചൈതന്യമായ ബോധവും സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുകയും ഒന്നിൽ മറ്റൊന്ന് കലർന്നതുപോലുള്ള അനുഭവത്തിലാണ് ഈ ലോകാനുഭവം ഉണ്ടാകുന്നതെന്ന് അവർ പറയുമ്പോൾ ആ അനുഭവത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മാത്രമാണ് അവരുടെ മോചനം. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഈ പറയുന്നത് ഇതിൻ്റെ സ്വഭാവം, ഇതിനകത്ത് ചേരുവകൾ തമ്മിൽ ചേരുക എന്ന് പറഞ്ഞാൽ ഒരു ടൈം ഫ്രെയിമുണ്ട്. ഒന്ന് പലതായ അത് വ്യത്യസ്തമായി പലയിടത്തും ഉണ്ടാകുകയല്ല ചെയ്യുന്നത്. ഒന്ന് സങ്കീർണമായി ലളിതമായിരുന്ന പ്രപഞ്ചം സങ്കീർണ പ്രപഞ്ചമായി മാറുക എന്ന് പറയുന്ന പ്രോസസ്സാണ് പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അവസാനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾക്ക് സ്പെക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതല്ലാതെ അനുഭവം ഇത്രയേ ഉള്ളൂ. ലളിതമായതിൽ നിന്ന് കോംപ്ലക്സിറ്റിയിലോട്ട് അത് എപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ഒരു അണ്ഡം വളരെ കോംപ്ലക്സ് ആയിട്ട് നമ്മൾ രണ്ടുപേരുമായി മാറും. ഒരണ്ടൻ 2 ആകുക, ആ 2 ആകുന്നത് 4 ആകുക, 4 8 ആകുക, 8 16 ആകുക എന്ന് പറയുന്ന സങ്കീർണമായ വികാസത്തിനകത്താണ് കയ്യും കാലും മൂക്കും ഒക്കെ ഉള്ള ഒരു ജീവി ഒരു കുഞ്ഞായിട്ട് അത് മാറും. ഇതേപോലെ തന്നെ പ്രപഞ്ചം, ഏകമായിരിക്കുന്ന പ്രപഞ്ചം സങ്കീർണമാകുക എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ വികാസമായി മനസ്സിലാക്കുക. ജീവന്റെ മാത്രം സ്വഭാവമല്ല, പ്രപഞ്ചം ഇങ്ങനെയാണ്. ഏറ്റവും ലളിതമായതിൽ നിന്ന് സങ്കീർണതയിലേക്ക് നിരന്തരം പ്രപഞ്ചത്തിന്റെ സ്വഭാവം, പ്രപഞ്ചത്തിലുള്ള എല്ലാം അങ്ങനെയാണ്. പ്രപഞ്ചത്തിനകത്തുള്ള എല്ലാം ഉള്ളതാണ്, അല്ലാതെ ചിലത് ഉള്ളതും മറ്റത് ഇല്ലാത്തതൊന്നുമല്ല. നിരന്തരം മാറുന്ന പ്രപഞ്ചത്തിനെ അതിൻ്റെ ചേരുവകൾ കൊണ്ട് അവിടെ എമർജ് ചെയ്ത ഒരു പ്രോപ്പർട്ടി, ആ ചേരുവകൾ വേറൊന്ന് ആയിട്ട് വേറൊരു ചേരുവയായി മാറുമ്പോൾ ഈ ചേരുവ കൊണ്ടുണ്ടായിരുന്ന എമർജൻറ്റ് പ്രോപ്പർട്ടി ഇല്ലാതായിപ്പോൾ താനെന്ന് പറയുന്ന ആൾ ഇത്രയും കാര്യങ്ങൾ ചേർന്ന് ഇത്രയും അധികം തന്മാത്ര എന്ന് പറഞ്ഞാൽ ഈ മോളിക്യൂൾസും ആറ്റംസും എല്ലാം കൂടെ ചേർന്ന് ഉണ്ടായി നിൽക്കുന്നത് ഈ ഇതിനകത്തെ ഓരോന്നും എല്ലാ ദിവസവും വേറെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആ ചേരുവയ്ക്കകത്തെ അത് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ട് മാറിത്തുടങ്ങുമ്പോൾ ഇത് തമ്മിൽ ചേർന്ന് നിന്നിരുന്നപ്പോൾ അവിടെ അപ്പം ഉരുത്തിരിഞ്ഞ അനുഭവം അത് ഇല്ലാതായി പോകും. അതില്ലാതായി പോകുന്നത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻ, അതിനകത്തെ ഘടകപരമായിരുന്ന ഒന്നും തന്നെ ഇല്ലാതാകുന്നില്ല. അത് അസത്യമോ അവ്യക്തമോ ഒന്നുമല്ല. അത് ഈ കണികകൾ അല്ലെങ്കിൽ ആറ്റങ്ങൾ മറ്റൊന്നായ നമ്പറില് ക്വാണ്ടിറ്റിയില് അതിന്റെ അറേഞ്ച്മെന്റിലുള്ള വ്യത്യാസങ്ങൾ മാത്രമാണ് നിരന്തരം. അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ വന്നു കഴിഞ്ഞാൽ, അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ഇത്ര എണ്ണം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു എമർജന്റ് പ്രോപ്പർട്ടികളാണ് ഉണ്ടാകുന്നത്. ആ എമർജന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വീണ്ടും ആയിരക്കണക്കിന് എമർജന്റ് പ്രോപ്പർട്ടികൾ ചേർന്നാൽ പുത്തൻ എമർജൻസസ് ഈ എമർജൻസസിനകത്തുനിന്നുണ്ടാകും. ഇതുകൊണ്ടാണ് ഗ്രേഡഡായ നമ്മളെപ്പോലുള്ള ജീവികളുണ്ടാകുന്നത്. അപ്പോൾ ഓരോ കോശം എടുത്താൽ അതെല്ലാം ഓരോ ബാക്ടീരിയ ആയിട്ടൊക്കെ തുടങ്ങിയതാണ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ എല്ലാം തുടർച്ചയുണ്ട്. പക്ഷെ ചേർന്ന് നിൽക്കുമ്പോൾ എമർജൻറ്റ് പ്രോപ്പർട്ടികൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇല്ലാതിരുന്നിട്ടുണ്ടായതുപോലുള്ള അനുഭവവും ഉണ്ടാകും, ഉള്ളതില്ലാതായി പോകുന്ന അനുഭവം ഉണ്ടാകും. പക്ഷേ എന്താണോ ഇവിടെ ഉള്ളത് അത് നിരന്തരം പുത്തൻ ഫോർമേഷൻസിനകത്തേക്ക് മാറി ട്രാൻസ്ഫോർമേഷൻസ് മാത്രമേ പ്രപഞ്ചത്തിലുള്ളൂ. അത് ഈ സാഹചര്യമായിട്ട് അതിന് ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നിന് ഒരേ വസ്തു തന്നെ മറ്റൊന്നിന് സാഹചര്യമാണ്. എനിക്ക് സാഹചര്യവും ഞാൻ ഇയാൾക്ക് സാഹചര്യവുമാണ്.
നമ്മൾ തിന്നുന്നതെല്ലാം നമുക്ക് ഭക്ഷണമായി മാറുന്നെങ്കിലും അവർ നമ്മളെ ആഹരിക്കുന്നവരായിട്ട് തന്നെ തുടരുകയും ചെയ്യുന്ന സ്ഥലമാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആഹരിച്ചും നിർമ്മിച്ചും നിൽക്കുന്ന, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇല്ലാത്തതും തോന്നലുമായ അവസ്ഥകളല്ല. ഇതിനകത്തുനിന്ന് പ്രപഞ്ചത്തിൽ നിന്ന് മോചിക്കുകയല്ലോ. പ്രപഞ്ചത്തിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമായിരിക്കുന്ന അനുഭവമാണ്. ഇവർ ഈ പറയുന്ന സാക്ഷി സ്വരൂപന് പകരം ഈ പ്രപഞ്ചമായി തന്നെയാണ്. ഒരു സമയത്ത് നമ്മൾ പ്രപഞ്ചത്തിന് പുറത്തു പോകുന്നില്ല. നമ്മളെപ്പോഴും ആൾക്കാർ പറയും ഞാനും പ്രപഞ്ചവും എന്ന് പറയും, അല്ലെങ്കിൽ മനുഷ്യനും പ്രപഞ്ചവും എന്ന് പറയും, മനുഷ്യനും പ്രകൃതി എന്ന് പറയും. അങ്ങനെ ഒരു ഡിവിഷനില്ല. പ്രകൃതി എന്ന് പറഞ്ഞാലും പ്രപഞ്ചം എന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്ത് മാത്രമുള്ളതാണ് നമ്മളെല്ലാം. അത് ഇൻസെപ്പറബിളാണ്. നമ്മളെ പ്രപഞ്ചത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്കൊരു അതിരുബോധം മാത്രമാണ് ഉണ്ടാകുന്നത്, ഒരു അതിരനുഭവം ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നത്. അതിരനുഭവം അതൊരു മായ പോലത്തെ സംഭവമാണോ? അല്ല, അല്ല, മായ പോലല്ല. യഥാർത്ഥത്തിൽ അതിരനുഭവത്തിന് സങ്കീർണതകൾ വർദ്ധിച്ചിട്ടാണ് നമ്മളെപ്പോലെ ജീവികളാകുന്നത്. ഒരു സെല്ല് വേറൊരു സെല്ലുമായി അതിരനുഭവമുള്ള രണ്ടെണ്ണം ചേർന്ന് പുത്തനൊരു വലിപ്പമുള്ള അതിരനുഭവം ഉണ്ടാകും. ഇങ്ങനെ കോംപ്ലക്സിറ്റി പല ഗ്രേഡിൽ രൂപപ്പെടും. പല ഗ്രേഡിൽ രൂപപ്പെടുന്നത് കൊണ്ടാണ് നമുക്കിതിനെ ട്രാൻസ്ഫോം ചെയ്ത് അനുകൂലമാക്കാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് പഴയ ഫിലോസഫിക്കകത്തു നിന്ന് ലോകത്തിനെ നമുക്ക് അനുകൂലമാക്കുന്ന ഒന്നും തന്നെ ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്നത്? നമ്മൾ ഈ പറയുന്ന തരത്തിൽ ഇതിനെ മനസ്സിലാക്കാത്തത്. അല്ല, ഇതിലിപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് വേറെയാണെന്നുള്ള ഒരു അനുഭവം ഉണ്ടല്ലോ. നമ്മൾ വേറെയാണെന്ന് നമുക്ക് നമ്മുടെ ഇത്തരത്തിലുള്ള ഫിലോസോഫിക്കലായ നിലപാട് കൊണ്ട് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ പ്രപഞ്ചവും ഞാനും എന്ന് പറയാനേ പറ്റത്തില്ല. അതിരനുഭവം കൊണ്ടുണ്ടാകുന്ന ഒന്ന് മാത്രമാണ്. ആ അതിരനുഭവം പ്രപഞ്ചത്തിനകത്തുള്ളതാണ്. എല്ലാ ജീവികളും അതിരനുഭവത്തോടെ ഒന്നിച്ചിരിക്കുകയാണ്. ഈ അതിരനുഭവം എന്നുള്ളത് ജീവൻ്റെ ഒരു അതാണ് ജീവൻ. അതാണ് ജീവൻ. ആ ഒരു അനുഭവമാണ് ജീവൻ. അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതില്ല എന്ന് പറയാൻ പറ്റില്ല. അതില്ലാതായി കഴിഞ്ഞാൽ പ്രപഞ്ചത്തിനകത്തെ അറിയാനായ വശം പിന്നില്ലാതെ. അത് വെറും തോന്നലാണ്. ഇപ്പം നമ്മൾ അതുകൊണ്ടാണ് തോന്നലാണ് എന്നുള്ള തോന്നലാണ് മേക്സ് ദ ഡിഫറൻസ് എന്ന് പറഞ്ഞ മാതിരി. അത് തോന്നലാണ് എന്ന് പറഞ്ഞാൽ അതൊരു എമർജന്റ് പ്രോപ്പർട്ടിയാണ്. അത് എമർജന്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ടാണ് അതില്ല എന്നല്ല, അതില്ലാത്തത്. അത് വെറും തോന്നൽ എന്ന് പറയാൻ പറ്റില്ല. അതാണ് അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. വെറും തോന്നലായി മനസ്സിലാക്കപ്പെടുന്നത് കൊണ്ടാണ് അവർക്ക് ലോകത്തിനെ ട്രാൻസ്ഫോം ചെയ്ത് അനുകൂലമാക്കാനൊക്കാത്തതായിപ്പോയത്. അത് വെറും തോന്നൽ നമ്മൾ അതിന് ടോട്ടലി അവഗണിക്കുക. പിന്നെ കണ്ണുടച്ച് തപസ് ചെയ്ത് രക്ഷപ്പെടുന്നതിനെ പറ്റിയുള്ള യുക്തികളെ ഉണ്ട് ലോകത്തിൽ നിന്ന്. അതുകൊണ്ടാണ് ദൈവത്തിനെ പ്രാർത്ഥിച്ച് ദൈവത്തിൽ എത്തിച്ചേരണമെന്ന് ആലോചിക്കുന്നവനും സ്വർഗത്തിൽ പോകണമെന്ന് ആലോചിക്കുന്നവനും ലോകത്ത് ചെയ്യാനായിട്ട് പിന്നെ അവനൊന്നും പറ്റത്തില്ല. പരമജ്ഞാനികൾ യാതൊരു കാശിനും കൊള്ളാത്തവരായിട്ട് മാറിപ്പോകുന്നത് അവർക്കൊന്നും ചെയ്യാനില്ലാത്തെന്ന് പറയുന്നത്. ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോന്നലിന്റെ ബലത്തിലാണ് നമ്മൾ ജീവിക്കുക. നമ്മൾ തോന്നൽ നമുക്കുണ്ടാകുന്ന ഈ അനുഭവത്തിനെ തോന്നലായിട്ടല്ല പറയേണ്ട. ഇതാണ് ഏറ്റവും കാർഡിനലായ, ഏറ്റവും കേന്ദ്രമായ അനുഭവം. ഞാനുണ്ടെന്നും എനിക്കൊരതിരുണ്ടെന്നും ഉള്ള അനുഭവത്തിനെയാണ് ജീവനെന്ന് പറയുന്നത്. അതുകൊണ്ട് ബോധത്തിൽ നിന്നും മാറ്റി നിർത്തിയോ അല്ലെങ്കിൽ ഇവിടുത്തെ വസ്തുക്കളിൽ നിന്ന് മാറ്റി നിർത്തിയോ നമുക്കിതിനെ മനസ്സിലാക്കാനൊക്കത്തില്ല. ഇതിൻ്റെ ഈ അനുഭവത്തിനെ പരിശോധിക്കുമ്പോൾ അറിയുന്ന വശമെന്നും അറിയപ്പെടുന്ന വശമെന്നും ഒക്കെ നമുക്ക് പറയാമെങ്കിലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലുമില്ല. ജീവിതത്തിനെ ട്രാൻസ്ഫോം ചെയ്യാനേ പറ്റാതെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അറിവ് വെച്ച് ഏത് സമയത്ത് നമ്മൾ ചെയ്യാൻ പോയാലും അവർ നിഷ്ക്രിയരായ, നിശബ്ദരായ, അന്തർമുഖരായ, ലോകത്ത് യാതൊന്നും പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്തവരായിട്ട് അവർ മാറിപ്പോകുന്നത്. ഗാന്ധി പോയിട്ട് രമണ മഹർഷിയോട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനെ പറ്റി ഗാന്ധി അന്ന് വേറെ ആരോ ചോദിക്കുന്നുണ്ട് സ്വാതന്ത്ര്യം. അപ്പം ഇവിടെ ആർക്കെങ്കിലും അസ്വാതന്ത്ര്യരായി ജീവിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഫിലോസഫി കൊണ്ടാണ് ഈ പണി പറയുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഈ ലോകത്തിനെ അവാസ്തവമായി തള്ളിക്കളഞ്ഞ് നമ്മൾ ഈ അനുഭവിക്കുന്നതിനെ മുഴുവനും നിഷേധിക്കുക എന്ന് പറയുന്നതാണ് അവർ ചെയ്തത്. ഇന്നിപ്പം നമ്മൾ രണ്ടുപേരും ഈ ഇരുന്ന് സംസാരിക്കുന്ന ഈ ലോകം മുഴുവനും നമ്മൾ ഇന്ന് പറയുന്നതും മനുഷ്യർക്ക് മനസ്സിലാകുന്നതും മുഴുവനും ഈ എമർജൻറ്റ് പ്രോപ്പർട്ടി എന്നുള്ള നിലവാരത്തിൽ ഇതിനെ മനസ്സിലാക്കാത്ത അടിസ്ഥാനപരമായി ലോകത്തിനെ തെറ്റിദ്ധരിച്ചവരെയാണ് വേദാന്തികളെന്ന് പറയുന്നത്.
അതുകൊണ്ട് ഈ ബോധം എന്ന് പറഞ്ഞ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ് ആൾക്കാർ പണ്ടൊക്കെ വ്യവഹരിക്കുന്നത് പോലെ അല്ല നമ്മൾ പറയുന്നത്. നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചാനുഭവത്തിൽ നിന്ന് ഇൻസെപ്പറബിളാണ്. അത് വേറെ ഒരു ജീവനിൽ നിന്ന് ഭിന്നമായ മറ്റൊന്നില്ല. ജീവനിൽ നിന്ന് ഭിന്നമായിട്ടുള്ളൊരു ബോധമില്ല. അങ്ങനെ മാറ്റാൻ അതിനെ അതേസമയം കോംപ്ലക്സ് ആയ ജീവബോധം രൂപപ്പെടുന്നുണ്ട്. ഈ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധത്തിന്റെ സങ്കീർണത വർദ്ധിക്കുന്നുണ്ട്. ഇത് ഉണ്ട് എന്നും അതിരുണ്ടെന്നുള്ള അനുഭവത്തിൻ്റെ സങ്കീർണതകൾ വർദ്ധിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നു, പ്രപഞ്ചത്തിനെ അറിയുന്നു എന്നുള്ള അനുഭവവും ഞാൻ അറിയുന്നു എന്ന് പറയുന്ന ഒരു സാധനം വന്നതിനെയാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് വിളിക്കുന്നത്. അറിയുന്നു മറ്റേത് അറിയുന്നു. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അറിയുന്ന അനുഭവമുള്ള നമ്മളെപ്പോലുള്ള സങ്കീർണ ജീവിയായി മാറിയപ്പോഴാണ് അതിനെയാണ് ആളുകൾ കോൺഷ്യസ്നെസ് എന്ന് വിളിച്ചത്. അറിയുന്നു എന്നിടത്താണോ നമ്മളുടെ ഒരു ഏജൻസി രൂപപ്പെടുന്നത്? അവിടെ നിന്നാണ് നമ്മൾ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണെന്ന് തോന്നുന്ന ഒരനുഭവം നമുക്ക് നമ്മുടെ മാത്രമായിട്ടുള്ള നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു അനുഭവം പോലെ, ഒരു പ്രൈവറ്റ് ഏരിയ പോലെ ഈ ലോകത്തിനെ അറിയുന്നു എന്ന് പറയുന്നതിനകത്ത് ഞാൻ ഇങ്ങനെ അറിയുന്നു എന്ന് എനിക്ക് അറിയുക എന്ന് പറയുന്ന വശം ഇതിൻ്റെ സവിശേഷമായി രൂപപ്പെട്ടത് കൊണ്ടുണ്ടായ കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ ഈ ആളുകളുടെ ഫിലോസഫി. അല്ല, ഇത് ഇങ്ങനെ അങ്ങനെ തന്നെയാണ് അങ്ങനെ പറഞ്ഞിരിക്കും. അല്ല, അപ്പോൾ ഈ ഫ്രീ വില്ലിനെ കുറിച്ചിട്ടുള്ള ഫ്രീ എന്ന് പറയുന്നത് ഈ ഞാൻ അറിയുന്നു എന്ന് പറയുന്നത് കാരണം കൊണ്ട് ഫ്രീ ആയിട്ട് നമുക്കറിയാം, ഒന്നിനു പുറകെ നിരന്തരം സാഹചര്യവും ഈ അറിയുന്ന വശവും തമ്മിൽ ഇടപെട്ട് നടക്കുന്ന ഒരു പ്രക്രിയയായിട്ട് ജീവനെ മനസ്സിലാക്കുമ്പോൾ അതിൽ ഇത് ഇങ്ങനെ നടക്കുന്നു എന്ന് ഒരു ഒബ്സർവ് ചെയ്യുന്ന പോയിന്റ്, അതിനാണ് സാക്ഷി സ്വരൂപം എന്ന് പറഞ്ഞ് അവർ പറയുന്നത്. അവിടെ മാറി നമുക്ക് റോളുള്ളൂ. അവിടെ മാറി നമ്മൾ നിന്നാൽ പിന്നെ ഈ പ്രപഞ്ചത്തിനകത്ത് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതിരിക്കാൻ പറ്റുന്ന നിലവാരത്തിലായി മാറും. അപ്പോൾ ഇതിനെ അവർ ഭയങ്കരമായിട്ട് വിശദീകരിച്ച് ഇപ്പം ദർശനമാല എന്ന് പറയുന്ന നാരായണഗുരുവിൻ്റെ കൃതിക്കകത്ത് അവസാനത്തെ നിർവ്വാണ ദർശനമുണ്ട്. അതിനകത്ത് എത്തുമ്പോൾ വായിൽ ഭക്ഷണം വെച്ച് കൊടുത്താൽ പോലും അറിഞ്ഞുകൂടാതായിപ്പോയ ആളുണ്ട്. ഇതൊക്കെ നാരായണഗുരു വിശദീകരിക്കുന്നത്, നാരായണഗുരു ആ അനുഭവം എല്ലാം ഉള്ള ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എഴുതിയെന്നുള്ള കാര്യം ഉത്തരം പറയാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ കവിഞ്ഞിട്ടുള്ള അനുഭവങ്ങളെ പറ്റി അദ്ദേഹത്തിന് എങ്ങനെ അറിഞ്ഞു? അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാനും പറയാനും പറ്റാതെ കൂടെ ആയിപ്പോകും. അപ്പൊ പിന്നെ ഈ എഴുതി വെക്കേണ്ട ദർശനമാല എഴുതാനൊക്കെ. അപ്പൊ ദർശനമാല എഴുതുന്നതിന് മുമ്പാണ് ഈ അനുഭവം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ദർശനമാല എഴുതത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ സങ്കല്പിച്ച് ഉൽപ്പാദിപ്പിച്ച ആശയങ്ങൾ എന്നുള്ള നിലവാരത്തിലല്ലാതെ ആ വിഷയങ്ങൾ എടുക്കാനൊക്കത്തില്ല. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒരുത്തൻ ഞാനുണ്ട് എന്ന് സ്വയം അറിയാതിരിക്കുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്, അത് ഇന്ന അവസ്ഥയാണെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ അവസ്ഥ അനുഭവിക്കാതെ അയാൾ പറയത്തില്ലല്ലോ. അനുഭവിയാതെ അറിവിയില്ല എന്ന് നാരായണഗുരു തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അനുഭവിച്ചു കഴിഞ്ഞവൻ പിന്നെ ദർശനമാല എഴുതത്തില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഇതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫിലോസോഫിക്കലായ എല്ലാ ഗിമ്മിക്കുകളും ഈ പറയുന്ന സങ്കല്പനങ്ങൾ ആലോചിച്ച് ഉൽപ്പാദിപ്പിച്ച് മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ആശയങ്ങൾ എന്നുള്ള നിലവാരത്തിലല്ലാതെ ലോകത്തിന് യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഫങ്ഷണൽ അല്ലാത്ത പ്രയോജനരഹിതമായ അറിവാണ് ആത്മജ്ഞാനികളെന്ന് പറഞ്ഞ് ഈ ഡിപ്രഷനൊക്കെ ആയിട്ടുള്ള അതൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല. നമ്മുടെ പറയുന്നത് ഈ ലോകത്തിനെ പറ്റിയുള്ള യഥാർത്ഥത്തിലുള്ള അവാസ്തവമായിട്ടുള്ള അറിവാണ് വേദാന്തികൾ പറയുന്ന അത് ലോകത്തിനെ മാറ്റാനോ മെച്ചപ്പെടുത്താനോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ ഇവരൊക്കെ എന്തെങ്കിലും പ്രവർത്തിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് ജീവന്റെ സ്വഭാവത്തിനെതിരാണ്. നമ്മളിപ്പോൾ ആദ്യം ജീവനെ ഡിഫൈൻ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ഇത് സാഹചര്യങ്ങളെ ഇണക്കാനും അല്ലെങ്കിൽ ഇണങ്ങിച്ചേരാൻ ഇണക്കാനും അതാണ് ഈ ഇണങ്ങാൻ ഉപയോഗിക്കുന്നതാണ് ഈ ഫിലോസഫി എന്ന് പറയുന്നത്. ആദ്യം ഞാൻ അതുകൊണ്ടാണ് അത് പറയുന്നത്. കാരണം ഇത് മാറ്റാനുള്ള അറിവില്ലാത്തപ്പോൾ ഇണങ്ങാൻ ശ്രമിക്കുന്നവരെന്നുള്ള നിലവാരത്തിൽ ഫിലോസഫിയെ നമുക്ക് കുറച്ചെടുക്കാം. പക്ഷെ അത് കഴിഞ്ഞ് ഇണക്കാനുള്ള നമ്മുടെ അറിവ്, ഇത്രത്തോളം ട്രാൻസ്ഫോം ചെയ്യാനുള്ള അറിവ് ശാസ്ത്രത്തിന് വന്ന സമയത്ത് അതൊരു കാലത്തും ജീവൻ്റെ ഒരു ആദരത്തിലും ജീവൻ്റെ ഒരു ധർമ്മത്തിനെതിരാണ് ശരിക്കും. കണിശമായിട്ടും അങ്ങനെയാണ്.
അതുകൊണ്ടാണ് ലോകത്തിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ജീവൻ്റെ സ്വഭാവവും. ജീവനെ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ജീവനിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ഒരു ബോധത്തിനെ പറ്റി നമുക്ക് സംസാരിക്കേണ്ട കാര്യമേ ഇല്ല. ഈ ലോകത്തിൽ നിന്നും വേർതിരിഞ്ഞ് നിൽക്കുന്ന ഒരു ജീവന്റെ സാധ്യമേ ഇല്ല. അത് അശാസ്ത്രീയമാണ്, അശാസ്ത്രീയമായ നിലപാടാണ്. അതുകൊണ്ട് വേദാന്തത്തിലല്ല നമ്മൾ ഊന്നേണ്ടത്, ശാസ്ത്രീയമായ ലോകവീക്ഷണം ഉണ്ടാക്കുകയും മനുഷ്യരോട് എന്തെങ്കിലും പരിഗണനയൊക്കെ ഉണ്ടെങ്കിൽ, ലോകത്തിനോട് എന്തെങ്കിലും പരിഗണന ഉണ്ടെങ്കിൽ, ജീവനോട് എന്തെങ്കിലും പരിഗണന ഉണ്ടെങ്കിൽ ശാസ്ത്രജ്ഞന്മാരാകുക. ലോകത്തിലുള്ള എല്ലാ ജീവികളും അതിന് ചുറ്റുപാടിനെ അനുകൂലമാക്കുകയും ചുറ്റുപാടിനോട് ഇണങ്ങുകയും ചെയ്യുന്നതാണ്. ലോകത്തിലെ എല്ലാ ജീവികളും ശാസ്ത്രജ്ഞരാണ്, വേദാന്തികൾ ഒഴിച്ച്.